പൗലോസ് തന്റെ ജീവിതത്തിന്റെ ഒടുവിലെ നാളിൽ വളരെ സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന ഒരു പ്രസ്താവനയാണ് നാം ഇന്ന് രാവിലെ ചിന്തിച്ചത്. This morning we discussed about Paul's life, what all things he had told at the end of his life. അവിടെ പൗലോസ് പറഞ്ഞ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. We read the verse again, 1 Timothy chapter 1 verse 12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. I thank God and I thank Christ Jesus our Lord, who hath enabled me, for that he counted me faithful, putting me into the ministry. കർത്താവ് പൗലോസിനെ ശക്തിപ്പെടുത്തിയ സന്ദർഭങ്ങളാണ് ഇന്ന് രാവിലെ നാം ചിന്തിച്ചത്. This morning we discussed about the ways God has strengthened Paul. രാവിലെ പറഞ്ഞതെല്ലാം പിന്നെയും ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. We are not going to discuss or repeat all the things we discussed in the morning. 3 പ്രധാന സന്ദർഭങ്ങളിൽ പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തി എന്ന് രാവിലെ നാം ചിന്തിച്ചു. 3 different ways God has strengthened in Paul we discussed in the morning. ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം പറയുന്നു എന്ന് മാത്രം. When we say 3 times, that's related to our Bible study. മറ്റ് പല ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. When we learn other portions, we know that there are many different cases that God has enabled him, God has given strength to Paul. ഇന്ന് രാവിലെ നാം ഓർത്ത 1-ാമത്തെ സാഹചര്യം പൗലോസ് കൊരിന്തിൽ ചെന്നപ്പോൾ ചില പ്രത്യേക അനുഭവത്തിന്റെ നടുവിൽ ദൈവം പൗലോസിനെ ശക്തിപ്പെടുത്തിയ വിധമാണ് പ്രാരംഭത്തിൽ നാം ഓർത്തത്. This morning we discussed when Paul reached in Corinth, God strengthened him. 2-ാമത്തെ പ്രധാന സന്ദർഭമായി നാം ചിന്തിച്ചത് റോമിലേക്കുള്ള കപ്പൽ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ദൈവം പ്രത്യേകമായി പൗലോസിനെ ശക്തിപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു എന്നും നാം ചിന്തിച്ചു. And in second point we discussed while he was on the way to Rome, God has given him the strength. ഞാൻ പറഞ്ഞു കേവലം ഒരു കപ്പൽ യാത്ര എന്നുള്ള നിലയിൽ നാം അതിനെ കാണരുത്. Don't just take as a normal ship journey. ആ യാത്ര നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് വേണം നാം അതിനെ ചിന്തിക്കുക. So we have to think in such a way that it should relate to our life. അങ്ങനെ ആ കപ്പൽ യാത്രയുടെ പ്രധാന ഘട്ടത്തിൽ വല്ലാത്തൊരു അവസ്ഥ പൗലോസിനുണ്ടായി. അവിടെ കർത്താവ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി നാം അത് ചിന്തിച്ചു, ശക്തിപ്പെടുത്തി നാം അത് രാവിലെ ചിന്തിച്ചു. When it comes to the major part of his journey, God has given him strength. പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തിയ 3-ാമത്തെ ഭാഗമായി നാം ഒടുവിൽ ചിന്തിച്ചത്. And the third point which we discussed about God strengthening Paul. പൗലോസിന്റെ 3-ാമത്തെ അല്ലെങ്കിൽ ഒരു ഒടുവിലത്തെ ലേഖനമായ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, and his last epistle to Timothy he said like this. എന്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. At my first answer everyone forsook me. എന്നാൽ കർത്താവ് എന്നെ തുണച്ചു, കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി. But Christ stood with me. He gave me the strength. ഞാൻ ആ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചു, വളരെ ഹൃദയഭേദകമായ ഒരു വിവരണമാണ് അത് എന്ന് നാം ഓർക്കണം. When I explained that, I also said that it is a heart-touching event. അനേക വർഷങ്ങൾ, അനേക നാൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അനേക സ്ഥലങ്ങളിൽ പ്രസംഗിച്ച ആ പ്രസംഗിയുടെ പ്രഭു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇപ്പൊ പറയുകയാണ്, എനിക്ക് ആ പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. Paul, considering as a priest of preacher and have been serving the Lord, have been preaching for so many years. Now he is telling that I had a doubt whether I could finish the preaching. നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരം നോക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ ചുളിവുകളുണ്ട്. When we look into his body, there will be wrinkles on his body. വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. There may be old age affected on his body. ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പൗലോസ് എത്തിയിട്ടുണ്ട്. So now he is in a position to get help from someone. അനേകരുടെ സഹായം തനിക്ക് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. So he is in a position to get help by somebody else. പക്ഷേ ഏറ്റവും അധികം സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ പൗലോസ് പറയാണ്, എല്ലാവരും എന്നെ കൈവിട്ടു. But when the most time that he needed a help, he said everyone forsook me. തന്റെ ശിഷ്യന്മാർ തന്നെ കൈവിട്ടു. His disciples forsook him. താൻ സ്നേഹിച്ച സഭകൾ തന്നെ കൈവിട്ടു. The church he loved, എല്ലാവരും കൈവിട്ടു. everyone has left him. പക്ഷെ നാം അവിടെ വായിക്കുന്ന കർത്താവ് തുണ നിന്ന്, but we read that God stood with him. പൗലോസിനോട് പറഞ്ഞു, ആ പ്രസംഗം നീ പൂർത്തീകരിച്ചു. And said unto him, finish your preaching. പൗലോസ് ആ പ്രസംഗം പൂർത്തീകരിച്ചു. And Paul has finished that preaching. നമുക്ക് പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തിയ സന്ദർഭങ്ങളാണ് ഈ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്ന് നാം രാവിലെ ചിന്തിച്ചു.
So we've been told this in the morning that these three occasions God has given him strength to stand with him. എന്നാൽ അതോടൊപ്പം തന്നെ പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തിയതിന്റെ പുറകിലുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. So there is an aim behind the all scene, which means that God has strengthened him. പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തി വിശ്വസ്തനായി എണ്ണി, അതിന് പുറകിൽ ഒരു ലക്ഷ്യം കർത്താവിനുണ്ടായിരുന്നു. God has given him the strength and he counted him as faithful. There is a reason behind that. ആ ലക്ഷ്യം എന്താണെന്ന്? What is that reason? ഞാൻ ഒന്ന് രണ്ട് വേദഭാഗം വായിച്ചു കേൾക്കാം. Let me read a couple of verses. നിങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക്. Let's turn our attention to Acts chapter 22. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ Acts chapter 22 verse അതിന് 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, verse 24, if we read like സോറി, this. 20-24 Verse 20, chapter 20 verse 24. ഞാൻ ആ ഭാഗം വായിക്കാം, എന്നിട്ട് നിങ്ങളത് നോക്കുക. ഞാൻ പറഞ്ഞ റെഫറൻസ് മാറ്റമുണ്ട്. 22-21 സോറി 22-21 verse 20 chapter 22 verse 21. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരെന്നോട് നീ പോകുക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയക്കും എന്ന് കൽപ്പിച്ചു. So we read here in verse 21, and he said unto me, depart, for I will send thee far hence unto the Gentiles. നമുക്ക് അതിന്റെ 18-ാം വാക്യം കൂടെ ഞാൻ വായിച്ചു. Let's read verse 18 also. 22-18 22 verse 18. അവിടെ വായിക്കും: നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ട് പോകാം. And saw him saying unto me, make haste and get thee quickly out of Jerusalem. പൗലോസിനെ ദൈവം ശക്തിപ്പെടുത്തിയതിന്റെ ലക്ഷ്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുക. So there is the reason behind why God has strengthened him. ഞാൻ ഈ സന്ദർഭം ഇനി വിശദീകരിക്കാം. Let me explain this particular നമ്മൾ ഈ 22-18 വായിച്ചപ്പോൾ, when we read verse 18, നാം അത് കണ്ടു, യെരൂശലേമിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. so this event happened in Jerusalem. പൗലോസിന്റെ മിഷണറി പ്രവർത്തനത്തിന്റെ ആദ്യ നാളിൽ, so when the initial days of his ministry, താൻ യെരൂശലേമിൽ ചെന്നപ്പോൾ when he reached Jerusalem, ഒരു പ്രത്യേക ദർശനം തനിക്കുണ്ടായി. he had a special vision. ആ ദർശനത്തിൽ കർത്താവ് പറഞ്ഞു, in that vision God said to him, നീ ദൂരത്ത് ജാതികളുടെ അടുക്കൽ പോകണം. go unto the Gentile. അപ്പോൾ പൗലോസിനെ ശക്തിപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? So what is the reason behind God strengthened Paul? നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക, എന്തിനു വേണ്ടിയാണ് പൗലോസിനെ ദൈവം Let's ശക്തിപ്പെടുത്തിയത്? try to explain that answer. നാം അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, നീ പോകണം. So in verse 21 say you depart. നീ എവിടെ വരെ പോകണം? From where up to you depart? അവിടെ പറയുന്ന സ്ഥലം പറയുന്നുണ്ട്, നീ പോകേണ്ട സ്ഥലം പറയുന്നുണ്ട്. There is no place mentioned as such. എവിടം വരെയാണ് പോകേണ്ടത്? പറഞ്ഞു, നീ പോകണം, You have to ദൂരത്ത് പോകണം. depart far. അപ്പൊ ദൈവം പൗലോസിനെ ശക്തിപ്പെടുത്തിയതിന്റെ പുറകിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, So the main aim behind God strengthened Paul. ഞാൻ പറഞ്ഞു, ഇത് യെരൂശലേമിൽ വെച്ചാണ് പറയുന്നത്. This happened in Jerusalem. നീ യെരൂശലേമിൽ മാത്രം നിന്നാൽ പോരാ, നീ ദൂരത്ത് പോകണം. You are not supposed to stand in Jerusalem. You have to go far. പോയി അങ്ങ് ദൂരം വരെ നീ You have to പോകണം. go further. നോക്ക്, ഞാൻ ഇവിടെ കാര്യം ചെന്ന് പറയട്ടെ. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, നീ ദൂരത്ത് പോകണം. So let me explain here. God tells to Paul, God is telling to Paul, you go further. ഈ ദർശനം പൗലോസിന് ഉണ്ടായതിനു ശേഷം, When God has this vision, പൗലോസിന് ഒറ്റ ചിന്തയേ ഉള്ളൂ. there is only one thought in his mind. എന്താണ് ചിന്ത എന്നറിയാം? What is his thought? എന്താണ് ചിന്ത? What is his thought? എങ്ങനെയും എനിക്ക് അവിടെ വരെ പോകണം. Somehow I will reach there. I should reach there. നിങ്ങൾ പറയാം, എന്താ പൗലോസിന്റെ ആഗ്രഹം? What is- ഏത് വിധമെങ്കിലും എവിടെ പോകണം? Somehow I should reach there. എനിക്ക് പോകണം, എവിടെ വരെ പോകണം? Up to where he has to go. നമ്മൾ ആ സ്ഥലം മറക്കരുത്. എവിടെ വരെ പോകണം എന്നാ പറഞ്ഞത്? ദൂരത്ത് പോകണം. ആ പൗലോസിന്റെ പിന്നീടുള്ള ലക്ഷ്യം മുഴുവനും ഏത് വിധേയനെയും എനിക്ക് ദൂരത്ത് പോകണം. After this he had only one aim. Somehow I need to go far. നിങ്ങൾ അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് വരിക. So let's turn our attention to chapter 20. 20-ന്റെ 24-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. Chapter 20 verse 24. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? But we read here. അവിടെ പൗലോസ് പറയുന്നത്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്ക് ഉള്ളൂ. Here we read in, but none of these things move me, neither count my life dear unto me, so that I might finish my course with joy and the ministry which I have received to the Lord Jesus to testify the gospel of the grace of God. അവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് കർത്താവ് തന്ന ശുശ്രൂഷ എന്ത് ചെയ്യണം? തികയ്ക്കണം. So Paul is telling, I might finish the course. അപ്പൊ എങ്ങനെയും എനിക്ക് ആ ശുശ്രൂഷ തികയ്ക്കണം. So somehow I want to finish this course. ആ ഓട്ടം എവിടെ വരെ ഓടണം?
So I want to run up to നമ്മൾ that. ഓർക്കണം ആ ഓട്ടം എവിടം വരെ ഓടണം, അത് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓടേണ്ടത് എവിടം വരെ ഓടേണ്ടത്, How far he has to അതങ്ങ് ദൂരം വരെ ഓടണം. He has to run far. ആ ഓട്ടം ഓടി തികയ്ക്കണം. So he has to finish the run. അപ്പൊ പൗലോസിനറിയാം എനിക്ക് കർത്താവ് ശക്തി നൽകിയതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. So God knows that there is an aim behind God strengthening him. ആ ലക്ഷ്യം എന്ന് പറയുന്നത് The aim is ഞാൻ ഓടി ഓടി എവിടം വരെ എത്തണം, I have to run and reach ഞാൻ ഓടി ദൂരത്ത് up to the far. എത്തണം. Up to the ഞാൻ ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം. Let me add one more verse. അദ്ദേഹം ദൂരത്ത് ഓടിയോ, As he runs over, അദ്ദേഹം ദൂരം വരെ ഓടിയോ. as he run up to നിങ്ങൾ എന്റെ കൂടെ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരും. Let's read Romans chapter 15. അദ്ദേഹം ദൂരം വരെ ഓടിയോ എന്ന് നമ്മൾ ഇന്ന് അന്വേഷിക്കുക. We'll see whether he has run. റോമാലേഖനം 15-ാം അധ്യായം. Romans chapter 15. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത് We see in chapter അതിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. verse 19. റോമാലേഖനം 15-ന്റെ 19-ാം വാക്യം Romans chapter 15 verse 19. അദ്ദേഹം പറയുന്നത്, We read here. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. So in verse 19, through mighty signs have wondered by the power of the Spirit of God, so that from Jerusalem and round about unto Illyricum I have fully preached the gospel of Christ. പൗലോസ് അവിടെ രണ്ട് സ്ഥലങ്ങൾ പറയുന്നു. Paul is mentioning two places here. പൗലോസ് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ ഏതാണ്? Paul mentioning two places. What are they? ഒന്ന്, എവിടെ മുതലാണ് ആ ഓട്ടം ആരംഭിച്ചത്? From where did he start? അവിടെ പറയുന്നത് എന്താണ്? From where did he അവിടെ start? പറയുന്നത് ഞാൻ യെരൂശലേം മുതൽ. He started from Jerusalem. എവിടെ വരെ ഓടി? From where up to he run? മലയാളത്തിൽ പറയുന്ന സ്ഥലത്തിന്റെ പേര് ഇല്ലൂരിയ എന്നാണ്. And it says Illyricum. നോക്കുക, അവിടെ പൗലോസ് പറയാണ് ഞാൻ ഓടി. എവിടെ വരെ ഓടി? ഞാൻ യെരൂശലേമിൽ നിന്ന് ഓടി. So Paul is telling that I started the run from Jerusalem. ആ ഓട്ടം ഓടി ഓടി ഞാൻ ഇല്ലൂരിയ വരെ എത്തി. And I run and I reached Illyricum. നിങ്ങൾക്കറിയാമോ എന്താ ഇല്ലൂരിയ എന്നുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത? Do you know what is the specialty of this place? ഇല്ലൂരിയ എന്നുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത, There is a specialty in this. ഇല്ലൂരിയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, The specialty of this place is ആ സ്ഥലത്തിന് ശേഷം പിന്നെ മനുഷ്യവാസമില്ല. there is no mankind lives after that place. ഇന്ന് നമ്മുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ യുഗോസ്ലാവിയയുടെ ഒരു ഭാഗമായിട്ട് അത് വരും. If I say in our age time, it's into the Yugoslavian country. പൗലോസിന്റെ കാലത്ത് നമ്മൾ അന്നത്തെ മാപ്പ് നമ്മൾ പരിശോധിച്ചാൽ, If you examine that map and that, ഒരു വ്യക്തിക്ക് യെരൂശലേമിൽ നിന്ന് പോയാൽ അവൻ ഏറ്റവും പരമാവധി പോകാവുന്ന സ്ഥലമാണ് ഇല്ലൂരിയ. so Illyricum is the maximum distance that a person travel from Jerusalem to. നിങ്ങൾക്കറിയാവോ അതിനപ്പുറത്ത് പോകാൻ നിർവാഹമില്ല. There is not possible to move after. നമ്മളെല്ലാം മലയാളികളാണ്. We all are Malayali. നമുക്ക് പോയാൽ എവിടെ വരെ പോകാൻ പറ്റും? How far we can travel? നമുക്ക് കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് മാക്സിമം നമുക്ക് തിരുവനന്തപുരത്ത് ചെല്ലാം, അറബിൻ കടൽ വരെ ചെല്ലാം. We can travel up to the Arabian Sea. അതിനപ്പുറം നമുക്ക് പോകൽ We പ്രായമില്ല. are not able to go after that. പൗലോസ് പറയാണ് ഞാൻ ഓടി. And Paul said, I ran. ഞാൻ ഓടി ഓടി എവിടെ വരെ ഓടി? I ran. ഞാൻ ഇല്ലൂരിയ ദേശത്ത്. And I reached Illyricum. പൗലോസിന്റെ അവസാന പ്രസ്താവന, ലേഖനത്തിന്റെ പ്രസ്താവന ഞാൻ ഇവിടെ ചേർത്ത് പറയാം. And in his last epistle he says, ഞാൻ നല്ല പോർ പൊരുതി, and I run fast. ഓട്ടം തികച്ചു. And I finished the course. ഞാൻ ചോദിക്കട്ടെ, എവിടം വരെ ഓടിയെന്ന് അദ്ദേഹം പറയുന്നത്? Where did he? ആ തികച്ചത് എവിടം വരെ ഓടിയ തികച്ചു പറഞ്ഞു. എവിടം വരെ ഓടിയത്? അദ്ദേഹം ഓടി യെരൂശലേമിൽ നിന്ന് ഓട്ടം. He ran from Jerusalem. അല്ലേ? അത് ഓടി ഓടി ഇങ്ങനെ സ്ഥലങ്ങൾ ഓരോന്ന് അദ്ദേഹം താണ്ടി And covering all those places. അദ്ദേഹം താണ്ടി അദ്ദേഹം ഇല്ലൂരിയ വരെ. And he reached ഞാൻ പറയട്ടെ, പൗലോസിനെ കർത്താവ് ശക്തിപ്പെടുത്തി. Paul, God strengthening Paul. പൗലോസ് പറയാണ് എന്നെ ശക്തിപ്പെടുത്തിയ ദൈവം. And Paul said the God strengthened. ആ ശക്തിപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച ദൈവത്തെ, Because he strengthened me and the same God. നിങ്ങൾ ഓർക്കണം, ഈ പ്രസ്താവന പറയുന്നതിന് മുമ്പേ പൗലോസ് ഇല്ലൂരിയ വരെ ഓടി തീർത്തു എന്ന് ഓർക്കണം. You have to remember that before saying this particular word, he has finished his course up to Illyricum. നമ്മള് പൗലോസിനെ എഴുതുമ്പോ പൗലോസ് ഈ ഓടിയ രംഗമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. So when he writing this particular point, he is probably remembering all the ways he has run. ഇത് എഴുതിയതിനു ശേഷം പറയുന്നതല്ല ഇത്. It is not that something he has written and then doing that. അദ്ദേഹം ഓടിയതിനു ശേഷം പറയുക. So he is writing this after he has run. കർത്താവ് എനിക്ക് ശക്തി നൽകി. God has given me strength. കർത്താവ് എന്നെ ശക്തി നൽകി, എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചു. God has given me strength and gave his ministry. ആ ശുശ്രൂഷ ഏൽപ്പിച്ച ആക്കിയവനെ ഞാൻ സ്തുതിക്കുന്നു. And I thank God who has counted me faithful. ഞാൻ ആ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. Let me conclude that topic here.
മൂന്ന് പ്രധാന ഘട്ടങ്ങളിൽ പൗലോസിനെ ശക്തിപ്പെടുത്തി. And there are 3 different cases that God has ആ strengthened. ശക്തിപ്പെടുത്തിയതിന്റെ പുറകിലെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. There was a reason behind, there was an aim. ഒരു ദൗത്യം പൗലോസിന് പൂർത്തീകരിക്കാനാണ്. There was a mission up to him. ആ ദൗത്യം പൗലോസിന് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. And he could finish that. ഞാൻ ഇനി എനിക്ക് ആ ഭാഗം പറയാൻ സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. For me to explain the portion. ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ. So let's draw your attention to the verses for tonight. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Let's turn to Philippians chapter 4. 4:13. വളരെ പ്രസിദ്ധമായ പൗലോസിന്റെ ഉദ്ധരണിയാണ് ഇന്ന് രാത്രി നാം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. So this is a well-known saying from Paul. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ. And it is Philippians chapter 4 verse 13. നമുക്ക് ആ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു വരാൻ വേണ്ടി before reading that portion നമുക്ക് പുതുപുലരി ഒന്നുകൂടെ പാടാം. we'll sing that song again. അപ്പം നമുക്കൊരു പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് അങ്ങനെ വരികയും ചെയ്യാം. എല്ലാം പാടുന്ന ചില വരി മാത്രം പാടാം. ഇരുളഖിലം നീങ്ങും ദുരിതമെല്ലാം തീരും മരണമവിടില്ല ഹല്ലേലൂയ. ഇരുളഖിലം നീങ്ങും ദുരിതമെല്ലാം തീരും മരണമവിടില്ല ഹല്ലേലൂയ. തിരുജനത്തിൻ അശ്രുധാര തിരുകൈകൾ തുടച്ചിടും. തിരുജനത്തിൻ അശ്രുധാര തിരുകൈകൾ തുടച്ചിടും. പുതുപുലരി അണയുമ്പോൾ പുതുലോകം നാം ചേരുമ്പോൾ. പുതുപുലരി അണയുമ്പോൾ പുതുലോകം നാം ചേരുമ്പോൾ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ Help us. ഇന്ന് രാത്രിയിലെ വചന ഭാഗം നമുക്ക് ശ്രമിക്കാം. Let's listen to the God's word. നമുക്കത് അനുഗ്രഹമായി തീരട്ടെ. Let it be a blessing for everyone. പൗലോസിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് ഇന്ന് നാം തുടർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. This is one of the main saying from Paul. അദ്ദേഹം പറയാണ്, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ആകും. And Paul says here, I can do all things through Christ which strengthened me. ഈ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. It is many important in this particular verse. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ If my imagination is right, നമ്മുടെ എല്ലാ വീടുകളുടെ ഭിത്തിയിൽ വെക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. we at our house we probably have this verse board on our wall. ഇന്നൊക്കെ നമുക്ക് വാക്യ ബോർഡുകൾ വാങ്ങാൻ ലഭിക്കും. These days we can buy these boards. പക്ഷേ എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വാക്യ ബോർഡുകൾ ലഭ്യമല്ല. But in our childhood, in brother's childhood time, there was no board. അപ്പൊ അന്ന് സാധാരണ കാണുന്നത് So on that time, normally we see നമ്മുടെ വീടുകളിലെല്ലാം എഴുതാൻ കഴിവുള്ളവരോ വരയ്ക്കാൻ കഴിവുള്ളവരോ, so a person who can write on the wall or a person who can paint on the wall, അവരെല്ലാം ഈ വാക്യം എഴുതും. so they write this particular verse. ഈ വാക്യം എഴുതി അത് ഭിത്തിയിൽ തൂക്കും. So they write this verse and hang it on the table. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ അങ്ങനെ വായിച്ച ഓർമ്മകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. So there are some memories which I have been reading those verses. കാരണം ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇത് ഇരിക്കുന്നു. So when we read this particular verse, it gives us joy, it gives us happy. പൗലോസിന്റെ പ്രസ്താവന അത്ര ശക്തമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ആകും. It is a powerful verse and he says that I can do all things through Christ who strengthened me. നമുക്കറിയാം ഈ ലേഖനം എഴുതിയ സാഹചര്യം ഏതാണെന്ന്. We all know the background of this particular epistle when he wrote. ഫിലിപ്പിയർ ലേഖനം പൗലോസ് എഴുതിയത് എവിടെ വെച്ചാണ്? From where he wrote this? നമുക്കറിയാം റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് he was in the prison in the Rome. റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് ഇത് എഴുതുന്നു. So he wrote this letter in the prison in the Rome. ഞാൻ അത് അല്പം അതിനെപ്പറ്റി പിന്നീട് ഞാൻ വിവരിക്കും. So we'll explain that later. നാം റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. So he writing this particular epistle to the people of Philippians from the prison Rome. നാം ഫിലിപ്പിയ ലേഖനത്തെ പറ്റിയോ ഫിലിപ്പിയ ലേഖനത്തിലെ ഏതെങ്കിലും ഭാഗം പരാമർശിക്കുമ്പോഴെല്ലാം
when we study about the church Philippine, when we find any particular verse from the book of Philippians, നമ്മൾ ഏത് കാര്യങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ പറയുമ്പോൾ ഫിലിപ്പിയ സഭയെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. if we say anything about the epistle of Philippians, we always remember the Philippian church. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു പഠന രീതിയാണ് അവലംബിക്കേണ്ടത്. So when we study the epistle written by Paul, we need to follow that pattern. നമ്മൾ നിശ്ചയമായിട്ടും എഫെസ്യ ലേഖനത്തിൽ ഒരു ഭാഗം വായിക്കുകയാണെങ്കിൽ എഫെസോസിലെ സഭയെ പറ്റി നമ്മൾ ഓർത്തിരിക്കണം. So when we study, let's say when we are studying a verse from Ephesians, so we need to understand the Ephesians church. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ കൊരിന്ത്യർ സഭയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. When we are saying something about the book of Corinthians, we have to understand the church of Corinth. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും തെസ്സലോനിക്ക സഭ നാം അറിഞ്ഞിരിക്കണം. So if you are saying something about the book of Thessalonica, we have to understand the church of Thessalonica. ഇവിടെ പൗലോസ് പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിലാണ് എഴുതുന്നത്. But here Paul is writing this the epistle to Philippians. അതുകൊണ്ട് ആമുഖമായിട്ട് നമുക്ക് ഫിലിപ്പിയ സഭയെ നാം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. So before that we have to understand about the church of Philippians. എന്താണ് ഫിലിപ്പിയ സഭ നമ്മെ അറിയിക്കുന്നത്? What does the Philippians church explain to us? എനിക്ക് പുതിയ നിയമത്തിലെ സഭകളെ പറ്റി പറയാൻ വളരെ ആവേശമാണ്. I have a more eagerness to talk about the church in New Testament. അതിൽ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. A same church is called Philippians. നമുക്ക് ആ സഭയെ പറ്റി പലതും അറിയാം. We know many things about Philippians. ഞാൻ ചോദിക്കട്ടെ, ഫിലിപ്പിയ സഭ പൗലോസിന്റെ ഏത് മിഷണറി യാത്രയിലാണ് ആരംഭിച്ചത്? Can I ask you one, which ministry he has got this Philippians? മിഷണറി യാത്ര ഏത് മിഷണറി യാത്രയിലാണ് ആരംഭിച്ചത് എന്ന് പറയാൻ ശ്രമിക്കാമോ? Missionary travel he has got this Philippian church. പൗലോസിന് എത്ര മിഷണറി യാത്രയുണ്ട്? How many missionary journey he has done? 1 2 3 4 5 പറ. Second. എത്ര യാത്രയുണ്ട്? How many journey he has done? എത്ര യാത്ര? 3 യാത്ര. നമുക്ക് 3 യാത്ര. അതെ, ഈ 3 യാത്രയിൽ ഏത് യാത്രയിലാണ് ഇത് ആരംഭിച്ചത്? So out of these 3, which one includes in Philippines? 1 2 3 1 2 or 3? നമുക്കറിയാം രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയ സഭ പൗലോസ് സ്ഥാപിച്ചത്. So he introduced this assembly in his second missionary journey. പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭയുടെ ആരംഭം നാം കാണുന്നു. Let's turn to Acts chapter 16. We see the foundation of this church. നമ്മൾ അതിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ ആ ഫിലിപ്പിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് നാം കാണുന്നു. So when we read verse 16 to 1. When we read verse 11, we see that the beginning of this church. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ത്രോവാസ് എന്ന കപ്പൽ നീക്കി നേരെ സമത്രോയിലേക്ക് പിറ്റേന്നാൾ നവപ്പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. So therefore loosing the Troas, and we came to straight across to Samothracia, and the next day for Neapolis, and from thence to Philippi. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് താൻ ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നത്. So in his second journey he reached the place called Philippi. അങ്ങനെ രണ്ടാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ ചെന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു സഭ അവിടെ സ്ഥാപിതമായി. So hence he went to Philippines and he introduced a church there. നിങ്ങൾ ആ 14-ാം അധ്യായം വായിക്കുമ്പോൾ ആ സഭയിൽ എത്ര ആളുണ്ടായിരുന്നു, ആ സഭ എങ്ങനെ രൂപപ്പെട്ടു എന്നെല്ലാം നമ്മൾ അവിടെ കാണുന്നു. When we read this chapter 16, we know that how many members were in that church. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ചിന്ത ഇവിടെ ഞാൻ ചേർത്ത് പറയാം. The verse which gives me joy, I'll tell you along with that. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ഫിലിപ്പിയിൽ ചെന്നു, അവിടെ താമസിച്ചു. In his second journey he reached Philippi and he stayed there. നമ്മുടെ ഭാഷയിൽ ഒരു സഭയുണ്ടായി. And he introduced a church there. ആ സഭയുണ്ടായതിനു ശേഷം And after that introducing a church, 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ he comes to chapter 17. പൗലോസ് ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് പോവുകയാണ്. And he is going from there to Thessalonica. അപ്പോൾ അതിന് പൗലോസിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട ഫിലിപ്പിയ സഭ. So Philippi church is out of his hard work. ഫിലിപ്പിയ സഭയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? What is the specialty of Philippi assembly? ഫിലിപ്പിയ സഭയിൽ എത്ര വിശ്വാസികൾ ഉണ്ടായിരുന്നു അറിയാമോ? How many believers there in the church of Philippi? ആ സഭ രൂപം കൊണ്ടെന്നാണ്. When did this church introduce? ഞാനിങ്ങനെ പറയാം. I can say like this. ഒരു പാ വിരിച്ച് അതിന്റെ ചുറ്റുമിരിക്കാനുള്ള വിശ്വാസികളെ അവിടെ ഉള്ളൂ. There was something about small members who can just sit on a mat. ഒരു പാ വിരിച്ച് അതിന് ചുറ്റുമിരിക്കാവുന്ന വിശ്വാസികൾ. There was a few members only who can just sit on a mat. അവിടെയുള്ള വിശ്വാസികൾ ആരെന്നറിയാമോ? Do you know who are these believers? ഞാൻ അവരുടെ പേരുകൾ പറയാം. Let me say the name. ഒന്നാമത്തെ വിശ്വാസി The first believer. ആരാ? അവിടുത്തെ വിശ്വാസി അറിയാലോ?
ലുദിയ family. അപ്പൊ അവിടെ വിശ്വാസത്തിൽ വന്ന സഭ സ്ഥാപിതമായപ്പോൾ ഉള്ള ഒരു വിശ്വാസ കുടുംബം എന്ന് പറയുന്നത് ലുദിയ. So this is one of the family when the church was introduced in Philippi. അവിടെ രണ്ടാമത്തെ കുടുംബമാണ് Which one was the second family? ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിന്റെ ജയിലർ. So ജയിലർ. Yeah, the jailer. Right. Okay. He was. The jailer was the second believer. അപ്പൊ അവിടെയുള്ള രണ്ടാമത്തെ വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ ഈ കാരാഗ്രഹ പ്രമാണി കുടുംബമാണ്. So if you ask the second believer and this jailer and his family. ഇനി അവിടെ വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട്, ഒരു വെളിച്ചപ്പാടത്തെ പറ്റി പറയുന്നുണ്ട്. And we see another person who is witchcraft. പക്ഷെ അവര് സ്നാനപ്പെട്ടോ അവര് സഭയിൽ വന്നു ഇതൊന്നും അവിടെ പറയുന്നില്ല. We don't know whether they baptized or we don't know whether. അപ്പൊ നമുക്ക് ലഭ്യമായ സൂചനകൾ പരിശോധിച്ചാൽ, so when we examine these things, ഒരു പാ വിരിച്ച് അതിന് ചുറ്റുമിരിക്കാവുന്ന വിശ്വാസികളെ ഫിലിപ്പിയിൽ ഉള്ളൂ. So there was about few members who could just sit on a piece of mat. ഞാൻ ഇന്ന് രാത്രി ഈ കാര്യം പറയുമ്പോൾ ഒരു ലക്ഷ്യം എന്റെ പുറകിലുണ്ട്. When I say this one, there is an aim. നമ്മൾ പുതിയ നിയമ സഭാ സത്യങ്ങൾ പഠിക്കുമ്പോൾ when we learn about the truth of new churches, ആ സഭാ പരിപാലനത്തിലെ സഭാ തത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, when we study about the theory of church, the most important thing is ഒരു സഭയിൽ ഇത്ര വ്യക്തികൾ വേണമെന്ന് നിർബന്ധമില്ല. there is no such important that there should be this much number. ഒരു സഭ രൂപം കൊള്ളണമെങ്കിൽ 50 പേര് വേണം. There should be 50 members to introduce a church. അല്ലെങ്കിൽ 30 പേര് വേണം. There should be 30 to introduce. ഇങ്ങനെ ഒരു പ്രമാണവും അവിടെ കാണുന്നില്ല. There is no mandatory rules like that. ഫിലിപ്പിയ സഭയിൽ നാം പരിശോധിക്കുമ്പോൾ We examine Philippian church. ആ സഭയിൽ ആകെ ഉള്ളത് ഞാൻ പറഞ്ഞു ഒരു പാ വിരിച്ച് അതിന് ചുറ്റും വട്ടം ഇരിക്കാവുന്ന വിശ്വാസികളെ ഫിലിപ്പിയ സഭയിൽ. There were only few members who could just sit on a mat. എന്റെ പ്രിയമുള്ളവരെ, ആ സഭ എന്തുമാത്രം മാതൃകാ സഭയാണെന്ന് അറിയാമോ? And this church is considered as a model church. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ ഫിലിപ്പിയ സഭയുടെ മാതൃക നമുക്ക് കണ്ടെത്താനായിട്ട്. When we read the epistle to Philippians, we see the model of. ഞാൻ ആശയം മാത്രം പറയാം. Let me just explain this. ഫിലിപ്പിയ സഭ മാതൃകയെ 3 മേഖലയുണ്ട്. There are 3 occasions. ഒന്നാമത്തെ മേഖല model. നിങ്ങൾ എഴുതിക്കൊള്ളുക. ഫിലിപ്പിയ സഭ മാതൃകയെ ഒന്നാമത്തെ മേഖല. The first level is അവർ സുവിശേഷ ഘോഷണത്തിൽ താല്പര്യമുള്ള സഭയാണ്. They were more interested in gospel work. സുവിശേഷം അറിയിക്കുന്നതിൽ താല്പര്യമുള്ള They were സഭയാണ്. more interested in spreading the gospel. 2, Second, അത് പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. there is a church of praying. ഞാൻ അതിന്റെ വിശദീകരണമൊന്നും പറയുന്നില്ല. I don't want to explain it. 3, 3, അത് സാമ്പത്തിക സഹായം നൽകുന്ന സഭയാണ്. this church always help financially. ഞാൻ 3 കാര്യം പറഞ്ഞു. I said 3 things. എന്താണ് ഒന്നാമത്തെ കാര്യം? And first thing is പറഞ്ഞേ, അത് സുവിശേഷം അറിയിക്കുന്ന സഭയാണ്. they interested in gospel work. 2, The second one, അത് പ്രാർത്ഥിക്കുന്ന the സഭയാണ്. church owes prayers. 3, 3, അത് സാമ്പത്തിക സഹായം നൽകുന്ന സഭ. third point is they always help financially. ഞാൻ ചോദിക്കേണ്ട, സഭയിൽ എത്ര വിശ്വാസികളുണ്ട്? Let me ask you, how many members in the assembly? How many members in the assembly? അതിന്റെ ആരംഭത്തിൽ പിന്നീട് വിശ്വാസം ഒന്നും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. Later on, there may be added believers must have come. ആ സഭയുടെ ആരംഭത്തിൽ എത്ര പേരുണ്ടെന്ന് When the ചോദിച്ചാൽ church was introduced, how many members? വളരെ ചുരുക്കം വിശ്വാസികളെ അവിടെ ഉള്ളൂ. Only few members were. അപ്പോൾ അതിൽ നിന്ന് ഒരു സഭാ തത്വശാസ്ത്രം നാം പഠിക്കേണ്ടതുണ്ട്. So from there we have to understand the truth about the church. അത് നമ്മുടെ സഭയിൽ അംഗങ്ങൾ കുറവായിരിക്കാം. There will be few members only. അത് 10 പേരായിരിക്കാം. There may be only 10. അത് 5 ആയിരിക്കാം. There may be only 5. അത് 3 ആയിരിക്കാം. There may be only 3. പക്ഷെ 3 ആയാലും 5 ആയാലും 10 ആയാലും 30 ആയാലും But if it is 3, 5, 10 or 30, പൗലോസിന്റെ അല്ലെങ്കിൽ ഫിലിപ്പിയ സഭ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക, what the Philippian church is showing is a model. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. We have to able to accept that. അത് ഉൾക്കൊള്ളുവാൻ നാം ഉൾപ്പെടുന്ന സഭയ്ക്ക് We will be in a position to accept that. അവിടെയാണ് ദൈവം ആ സഭയിൽ പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. In that point, God will bless and that us. ഞാൻ ആമുഖമായിട്ട് അത്രേ അവിടെ പറയാൻ എനിക്ക് സമയമുള്ളൂ. I just want to say that much. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പിന്നെയും Let's come back to our topic. പൗലോസ് ഫിലിപ്പിയിൽ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. So when he wrote this letter, കാരാഗൃഹത്തിൽ വെച്ച് താൻ എഴുതുന്നു. so he wrote this letter in prison. നമുക്ക് കാരാഗൃഹത്തിൽ വെച്ച് താൻ എഴുതുന്ന പ്രസ്താവന നമുക്ക് ഒന്നുകൂടെ വായിക്കാം. Let's read the verse when he was in the prison. എന്നെ ശക്തനാക്കുന്നു മുഖാന്തരം I can do all things. ഞാൻ സകലത്തിനും മതിയായത് Christ who strengthened me. ഈ ലേഖനം കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. We said that Paul written this particular verse when he was in Rome. ഈ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിന്റെ അവസ്ഥ എന്താണ്? When Paul written this particular epistle, what was his situation? ഞാൻ 2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. Let me read 2 verses. 28ാം അധ്യായത്തിലേക്ക് വരിക. പ്രവൃത്തികളുടെ പുസ്തകം 28ാം. Let's turn to Acts chapter 28. 28ന്റെ 29ാം വാക്യം നമുക്ക് വായിക്കാം.
chapter 28 verse 29. അവിടെ നമ്മൾ വായിക്കുന്നത് We read here. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. We read like this. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച കർത്താവ് യേശുക്രിസ്തുവിനെ ഉപദേശിച്ചു പോന്നു. In English it is verse 30. And Paul dealt 2 whole years in his own hired house and received all that come in unto him. Preaching the kingdom of God and teaching those things which concern the Lord Jesus Christ with all confidence, no man forbidding him. ഞാൻ 29-ാം വാക്യത്തിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. Let me ask one question from this verse. അവൻ കൂലിക്ക് വാങ്ങിയ വീട് എന്ന് പറയുന്നത് ഏത് വീടാണ്? What does it mean that he hired house? ഈ ലേഖനം എഴുതി അവിടെ വെച്ചാണ്. You know that from where he was writing this? നമ്മൾ ഓർക്കണം. പറഞ്ഞേ, റോമിലെ കാരാഗൃഹം. So he is in the prison. ഈ റോമിലെ കാരാഗൃഹമാണ് നാം ഈ വായിച്ച 29-ാം വാക്യം. So when he say he hired his own house means it is a prison. അപ്പോൾ പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട് എന്ന് പറയുന്നത് എന്താണ്? So what does he mean by hired house? അതിനെയാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്? പറഞ്ഞേ, കാരാഗൃഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആശയം വിശദമാക്കാം. By mentioning that he is mentioning about the prison. പൗലോസ് റോമിൽ ചെന്നു, തടവുകാരനായിട്ട് പോയി. Let me explain this way. He reached to Rome. ഇന്ന് രാവിലെ ഞാൻ അത് പറഞ്ഞു, റോമിലേക്കുള്ള യാത്രയെ പറ്റി പറഞ്ഞു. So towards Rome we said that in the morning. അങ്ങനെ റോമിലെത്തിയ പൗലോസിനെ He reached to Rome. നമ്മൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം. We read through the lines we understand. അവിടെ വിചാരണയ്ക്ക് അവർ തയ്യാറായി. And they made him to ready for this. ആ വിചാരണ പൂർത്തിയാകുന്നതിന് 2-ലധികം വർഷം വേണ്ടി വന്നു. So it has taken 2 years to complete the judgment. ആ 2-ലധികം വർഷം വേണ്ടി വന്നപ്പോൾ So it is since it took 2 more years to complete his judgment. റോമൻ ഗവൺമെന്റ് ഒരു ഇളവ് പൗലോസിന് കൊടുത്തു. So the government of Rome has given him some benefits. ആ ഇളവ് എന്ന് പറയുന്നത് The benefits is നീ ഒരു വാടക വീട്ടിൽ പോയി താമസിച്ചു കൊടുക്കുക. So the government has told him you hired a house and stay there. നീ എവിടെ താമസിക്കണ്ട, നീ ജയിലിൽ താമസിക്കേണ്ട ആവശ്യം, You don't need to stay in the prison. നീ എവിടെ താമസിച്ചാൽ മതി, നീ ഈ തടവിൽ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുക. You stay only in this hired house. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ What will he be able to do? പൗലോസിന്റെ അടുത്ത് ആർക്കും വരാം. So everyone can come to him. എന്നാൽ പൗലോസിന്റെ എവിടെയും പോകാൻ പാടില്ല. So he's not allowed to go outside that. പൗലോസിന്റെ അടുത്ത് വരുന്നതിന് തടസ്സമില്ല. There is no stoppage to follow. പൗലോസിന് പ്രാർത്ഥിക്കാം, ഇരിക്കാം, ഉറങ്ങാം, എല്ലാം ചെയ്യാം. Paul can do anything. പക്ഷെ അദ്ദേഹത്തിന് പുറത്തു പോകാൻ He's നിർവാഹമില്ല. supposed to go outside. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. So in that situation he is writing this episode. അപ്പൊ ഞാൻ പറഞ്ഞ ആശയത്തിലേക്ക് വരാം. ഈ ലേഖനം ഈ പ്രസ്താവന പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത്, So the situation behind this particular episode, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് പറയുന്നത്, when he say I can do all things through Christ who strengthened me. നമ്മൾ ഓർക്കണം, റോമിലെ കാരാഗൃഹത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. Writing this particular verse while he was in the Rome in the prison. നമുക്ക് റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് പറയുമ്പോൾ പൗലോസ് ഇത് പറയുന്ന ഒരു വാക്യം കൂടെ ഞാൻ വ്യക്തമാക്കാൻ, ഒരു ആശയം കൂടെ വ്യക്തമാക്കാൻ ഒരു വാക്യം കൂടെ വായിക്കാം. Let me explain one more context while he said that നിങ്ങൾ 4:11 വാക്യം he is in the prison. Let's read verse 11. പൗലോസ് പറയുന്നത് എന്താണ്? 4:11 chapter 4 verse 11. What does he say there? ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ ഇത് പറയുന്നത്. കേട്ടോ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. To be condemned. Yeah. അവിടെ പൗലോസ് പറയാണ്, ഞാൻ പറഞ്ഞു റോമിലെ കാരാഗൃഹത്തിലാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ വെച്ച് താൻ എഴുതുമ്പോൾ താൻ പറയുകയാണ്, Not that I speak in respect of want. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ ഇത് പറയുന്നത്. Not that I speak in respect of. എന്താ അതിന്റെ അർത്ഥം? What does that mean? തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ ഇല്ലെന്നോ? Is that Paul is in a situation of wanting something? ഉണ്ടെന്നോ ഇല്ലെന്നോ? എനിക്ക് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിക്കും. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാനിത് പറയുന്നത്. Let's understand the context in this verse. അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞേ. So what does Paul mean? Has he? അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. So he is in a position of. എന്താണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടെന്ന് അറിയാമോ? What is his wanting? ഞാൻ അദ്ദേഹത്തിന് 3 ബുദ്ധിമുട്ട് ഞാൻ പറയാം. So let's say 3 wanting of. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, First wanting of Paul. കൂലിക്ക് വാങ്ങിയ വീടിന്റെ കൂലി കൊടുക്കണം. So he has to pay the rent which is higher. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് വേറെയാണ്, ശരിയാണ്, പക്ഷെ അതിന് വാടക കൊടുക്കണം. As he is living separately, ഈ വാടക ആരാ കൊടുക്കുക? he has to pay the rent. Who will pay the rent?
അദ്ദേഹത്തിന് വാടക കൊടുക്കണം. So he has to pay the rent. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിൽ ഒന്നാമത്തെ ഭാഗമാണ് അവിടെ കാണുന്നത്. So this is the first wanting that Paul being suffered. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിൽ രണ്ടാം മേഖല ഞാൻ So പറഞ്ഞു. the second what he is wanting. ഈ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പൗലോസ് ഏകനായിരുന്നില്ല. So he was not alone in that house. പൗലോസിന്റെ ഒരു പറ്റം ശിഷ്യന്മാർ പൗലോസിനോട് കൂടെ ഉണ്ട്. So there were a group of disciples with him. ഞാൻ ചിലരുടെ പേരുകൾ വായിച്ചു കേൾപ്പിക്കാം. Let me read out some of the names. നിങ്ങൾ കൊലോസ്യ ലേഖനത്തിലേക്ക് വരിക. Let's turn to Colossians. കൊലോസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം. 4-ാം അധ്യായത്തിലേക്ക് വരിക. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം. ഈ 4-ാമത്തെ കൊലോസ്യ ലേഖനം ഇതെല്ലാം കാരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതുന്നത്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. Let's turn to Colossians chapter 4. Chapter 4 verse 7. We read like this. അവിടെ വായിക്കുന്ന ഞാൻ ചില പേരുകൾ വായിക്കാം. We read some names here. അവിടെ വായിക്കുന്നത് വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങൾ വന്ദനം ചെയ്യുന്നു. Tychicus, a faithful minister and fellow servant. മതി. അപ്പൊ അവിടെ കണ്ട ഒരു പേര് എന്താണ്? തിഹിക്കോസ്. ഇനി മറ്റൊരു പേര്. One name is Tychicus. ഇനി മറ്റൊരു പേര് 9-ാം വാക്യം. Let's read verse 9. അവിടെ നമ്മൾ കാണുന്ന പേര് ഒനോസിമോസ്. We see Onesimus, a faithful and beloved brother. മതി. അപ്പൊ നമ്മൾ കണ്ടത് രണ്ടാമത്തെ പേര് ഒനോസിമോസിനെ കണ്ടു. ഇനി 10-ാം വാക്യത്തിൽ കാണുന്ന മറ്റൊരു പേര്. Verse 10 we saw another name. അരിസ്തർഹോസിനെ നാം അവിടെ കാണുന്നു. Aristarchus, fellow prisoner. ഇനി അതിൽ കാണുന്ന മറ്റൊരു പേര്. We see another name there. മർക്കോസിനെ നാം അവിടെ We see കാണുന്നു. Marcus. ഇനി അതിന്റെ 14-ാം വാക്യം. Verse 14. അവിടെ ലൂക്കോസിനെ നാം We കാണുന്നു. see Luke there. പിന്നെ ദേമാസിനെ നാം We see Demas there. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മാത്രം ഈ അധ്യായത്തിൽ മാത്രം പറയട്ടെ. പ്രിയമുള്ളവരെ, So let me explain from only this chapter. നാം ഇവിടെ മാത്രമായി പരിശോധിക്കുമ്പോൾ തന്നെ If you examine only from this part, പൗലോസിന്റെ എന്നോട് കൂടെ 7 പേരെ നാം so there were even more than 7 people when he was in the higher house. ഞാൻ പറഞ്ഞത് അത് ഇവിടെ മാത്രമാണ് നമുക്ക് കാണുന്നത്. It's only here in this particular മറ്റു chapter. ഭാഗങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇതിൽ കൂടുതൽ പേരുണ്ടായിരുന്നു എന്ന് വേണം നാം അനുമാനിക്കാൻ. So when you relate all other chapter and episode, we understand there will be more than 7 people. ഞാനിവിടെ ചിന്ത ചേർത്ത് പറയട്ടെ പ്രിയമുള്ളവരെ. Let me explain in this way. വീടിന്റെ വാടക കൊടുക്കണം. He have to pay his rent. പിന്നെന്താ അദ്ദേഹത്തിന് ചെയ്യേണ്ട ബാധ്യത? പറഞ്ഞേ. What are the other ഈ പാർട്ടികളെല്ലാം ആര് നോക്കണം? പൗലോസ്. So Paul has to definitely look after ഇവരെല്ലാം all ഓരോ these സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. He has to send them ഇത് back. നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. This is not easy. ഇതിനെല്ലാം ഉത്തരവാദിത്വം ആരോഹിക്കണം. So Paul has a responsibility for ഇതിനെല്ലാം ഉത്തരവാദിത്വം പൗലോസ് വഹിക്കണം. taking care of these members. അതെ, അതിന്റെ അടുത്ത കേസ് 3-ാമത്തെ പ്രശ്നം. So let's explain what ഈ വലിയ ഉത്തരവാദിത്വത്തിന്റെ നടുവിൽ so in the midst of these huge responsibilities, പൗലോസ് ഒരു വ്യക്തിയുടെ കടബാധ്യത കൂടെ ഏറ്റെടുത്തു. so Paul is a debtor to somebody else. പൗലോസ് ഒരു വ്യക്തിയുടെ കടബാധ്യത ഏറ്റെടുക്കുകയാണ്. Paul has taken as a debtor. അത് ആരാ വ്യക്തി നിങ്ങൾക്കറിയാം? So who is that? ആരുടെ കടബാധ്യത ഏറ്റെടുത്തത്? Whose debtor has Paul ഇവിടെ taken? വെച്ച് നമുക്കറിയാം ഒനോസിമോസിന്റെ കടബാധ്യത ആര് ഏറ്റെടുത്തു? പൗലോസ്. Paul has taken Onesimus' debtors. നിങ്ങൾ ഫിലമോന്റെ ലേഖനത്തിലേക്ക് വരിക. So when come to book of Philemon. ഫിലമോന്റെ ലേഖനം അതിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. ഫിലമോന്റെ ലേഖനം 19-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ വായിക്കുന്നത് ഫിലമോൻ 19. Chapter 1, then Solomon chapter, verse 19. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. Paul have written it with my own hand. I will repay it. ഇനി അതിന് 18-ാം വാക്യം കൂടെ നമുക്ക് നോക്കുക. Verse 18. അവിടെ 18 പറയുന്ന പൗലോസ് പറയുന്നത് എന്താണ്? Paul says here, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേർക്ക് കണക്കിടുക. if he had wronged thee or owed thee out, put that on mine account. എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട്, And then he says, ഞാൻ ആ പൈസ തന്ന്, and he says, I will repay it. ആ പൈസ ഞാൻ തന്ന് തീർക്കാം. And he says, I will repay അവിടെ it. ഞാൻ ചോദിക്കട്ടെ, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പൗലോസ് ഇരിക്കുമ്പോൾ പൗലോസിന്റെ ബാധ്യത എന്തൊക്കെയാണ്? Let me ask you like this: when he was in his hired നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നിർവഹിക്കണം. what was his responsibility? He had ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് because of these 3 responsibilities. പൗലോസ് പറഞ്ഞ ഞാൻ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. So Paul is telling this is not something I have been want. എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം ബുദ്ധിമുട്ടിന്റെ നടുവിലാണ് പൗലോസ് ആയിരിക്കുന്നത്. That means Paul is now in a huge want. നോക്കി, ഇതെല്ലാം കൊടുത്തു തീർക്കണം. Paul has to pay all. ഇതെല്ലാം പരിഹരിക്കണം. Paul has to solve. ഇതിന് ബുദ്ധിമുട്ടുണ്ട്. It is very difficult. അപ്പൊ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിന്റെ നടുവിൽ നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്, So in the midst of all this problem, Paul says like എന്നെ this. ശക്തനാക്കുന്നവൻ
മുഖാന്തരം And Paul says, I can do everything. ഞാൻ സകലത്തിലും Christ which strengthens. കൂലിക്ക് കൊടുക്കേണ്ട സമയം വരുമ്പോൾ പൗലോസിന്റെ മനസ്സ് എന്താണ്? When he has to pay the rent, he said, God is enough. ഈ ഞാൻ നേരത്തെ പൗലോസിന്റെ ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു. When before I explain about the disciples, അവരെല്ലാം പൗലോസ് ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. Paul has to definitely send them അവിടെ back. പോ, ഇവിടെ പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ എന്നൊക്കെ പറയുന്നു. Go there, go here. ഞാൻ എങ്ങനെ അനുമാനിക്കുന്നു? I am imagining in this way. അതിന്റെ ബാധ്യതയെല്ലാം ആരേറ്റെടുക്കണം? So Paul must have taken all this obligation. ഭീമമായ ഒരു സാമ്പത്തിക ആവശ്യം പൗലോസിനുണ്ട്. So Paul has a huge responsibility of. ഈ സന്ദർഭത്തിൽ പൗലോസിനുള്ള ഏക സഹായം ഏതാണെന്ന് അറിയാം? There is only one help Paul has. പൗലോസിന് ആകെയുള്ള സഹായം എന്ന് പറയുന്നത് There is only one help Paul has. ഫിലിപ്പിയ സഭ വല്ലപ്പോഴും അയക്കുന്ന സാമ്പത്തിക സഹായമാണ്. The financial support what the Philippian assembly is gives. ഫിലിപ്പിയ സഭ അയക്കുന്ന സാമ്പത്തിക സഹായമാണ് പൗലോസിനുള്ള പ്രധാന സ്രോതസ്സ്. The only one source which Paul had is the financial support. നിങ്ങൾക്കറിയാമോ ഫിലിപ്പിയ സഭ വളരെ പ്രശ്നമുള്ള സഭയാണ്. Philippian church is a terrible church. അവർ ഈ പറയുന്ന പോലെ പൗലോസിനെ സഹായിക്കാൻ അവർക്ക് പറ്റുകയില്ല. So they may not be able to help Paul. നാം അതിന്റെ വിവരണം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. We see that explanation in verse. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും കൊടുക്കുന്ന സഹായം. So this assembly sometimes give financial support. ആ സഹായം വെച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന പൗലോസ്. So Paul somehow managed to run the needs. അദ്ദേഹം പറയാണ്, And Paul here says, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം I can do all things ഞാൻ സകലത്തിനും മതിയാകുന്നു. through Christ who strengthens me. ഇന്ന് രാത്രി ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ When we meditate upon this particular ഞാൻ verse, നേരത്തെ പറഞ്ഞ ആശയമോട് ചേർത്ത് പറയാം. let me just take the same verse. ഇത് പൗലോസിന്റെ ജീവിതം. This is Paul's life. ഇത് നമുക്കെന്ത് ബന്ധം? We can what relation to അങ്ങനെ നമുക്ക് നിർവഹിച്ച് ചിന്തിക്കാൻ we are not supposed to think like that. പൗലോസിന്റെ ജീവിതം അത് നമ്മുടെ ജീവിതമാണ്. For Paul's life, it should be our life as well. വലിയ സാമ്പത്തിക ബാധ്യതയുടെ പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് ശക്തി ആർജിച്ച ആ ഭാഗം, ആ ഭാവം അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. In the midst of a huge financial crisis, what was the Paul's attitude? That should be our attitude. ഞാൻ ഈ വാക്ക് വായിക്കുമ്പോൾ ഒരു പാട്ടെന്റെ മനസ്സിൽ വരും. When I read this verse, a song comes to me. ഞാൻ ആ പാട്ട് നിങ്ങൾക്കറിയാം. എങ്കിൽ ഞാൻ അതിന്റെ സ്റ്റാൻസ് ഞാൻ പറയാം. Let me explain the stanza like this. ബുദ്ധിമുട്ട് കഷ്ടം പെരുകി വന്നാൽ അടുത്തെന്താ? എനിക്കെന്ത് നഷ്ടം? പറഞ്ഞേ ബാക്കി. ഞാൻ കർത്താവിൻ നാഗൽ സാഹിബിന്റെ പാട്ടാണ്. If my sorrows and my trouble increase, I don't have anything to worry. ഞാൻ ആ പാട്ട് ചേർന്ന് പാടാം. നിങ്ങൾ എന്നോട് ചേർന്ന് പാടുക. ബുദ്ധിമുട്ടു കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്തു നഷ്ടം? ഞാൻ കർത്താവിനാൽ യേശു താനും സ്വന്തം തന്റെ രാജ്യവും എനിക്കുള്ള അംശം ആധാരെടുക്കും. എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറിൽ. എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറിൽ. എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിലായതിനാൽ My foundation, it's because in Christ. എനിക്ക് പൂർണ്ണ സമാധാനമുണ്ട്. I have fully peace. ബുദ്ധിമുട്ട് കഷ്ടം പെരുകി വന്ന Whatever my sorrow or trouble എനിക്ക് is, എന്ത് നഷ്ടം? I have nothing to lose. I am to അയ്യോ, ആ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് പാട്ടിനോടും പാട്ടിന്റെ വരികളൊക്കെ ഞാൻ കൂടെ ശ്രദ്ധിക്കുന്നതാണ്. I am a person who loves lyrics and I am a person who loves songs. അതിൽ അദ്ദേഹം പറയുന്ന ആശയം എന്താ? So what's the meaning saying in that? എനിക്ക് എന്ത് നഷ്ടം? ഞാൻ കർത്താവിൽ. There is nothing for me to lose. I am for my God. ഞാൻ കർത്താവിൽ. I am for my God. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us in this. കാരാഗ്രഹത്തിൽ വെച്ച് ഭീമമായ സാമ്പത്തിക ആവശ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പൗലോസ് പറയാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും. So while he was in the prison, in the midst of financial crisis, God says that I can do all things through Christ who strengthens me. ഈ ഒരു തിരിച്ചറിവ് 3 പാഠങ്ങൾ പൗലോസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. This particular awareness has taught 3 lessons to Paul. അതായത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന ബോധ്യം. So Paul understands that he can do all things through Christ. അത് വെറുതെ പറഞ്ഞതല്ല. Paul just not said that in. അത് വീമ്പടിക്കുന്ന പോലെ പൗലോസ് പറയുന്നു. Paul just not said that in. പൗലോസ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നാണ്. Paul said that from his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് 3 ബോധ്യങ്ങൾ തനിക്കുണ്ടായി. So this awareness has helped him to know the 3 parts. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം
ഞാൻ സകലത്തിലും മതിയായവൻ. So he says that I can do all things through Christ who ഈ strengthens me. തിരിച്ചറിവ് പൗലോസ് നൽകിയ ഒന്നാമത്തെ പാഠം ഞാൻ നിങ്ങളുടെ മുമ്പാകെ The അവതരിപ്പിക്കാം. first lesson Paul understands from this particular നിങ്ങൾ verse. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം Let's read for verse 11 in chapter 4. അവിടെ പൗലോസ് പറയുന്നത് എന്താണ്? For what Paul says here. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, Not that I speak in respect of war, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. for I have learned in whatsoever state I am, therewith to be content. അവിടെ പൗലോസ് പറയുന്നതിന്റെ അർത്ഥം, So what does Paul here നിങ്ങൾ mean? അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ When we read verse 11, പൗലോസിന് അറിയാവുന്ന, പൗലോസ് തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചറിവ് അവിടെ പറയുന്നുണ്ട്. so Paul here trying to say something he is aware of. ഞാൻ അതിന്റെ മലയാളത്തിൽ ഇങ്ങനെ പറയാം. So let me say in Malayalam. ഉള്ള അവസ്ഥയിൽ He know how to sit in the state. സംതൃപ്തിയോടെ ജീവിക്കാൻ പൗലോസ് പഠിച്ചു. So he learned how to sit, how to be in a position what all things he got. ഞാനതോടെ പറയാം. Let me explain in this way. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും He said that I can do all things through Christ which strengthen me. ഇത് ഈ തിരിച്ചറിവ് പൗലോസിനെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. The first lesson by this one. എന്താണ് ഒന്നാമത്തെ പാഠം? അപ്പോൾ പറഞ്ഞേ. The first lesson what Paul learned from this. പൗലോസ് പറയുന്നത് ഉള്ള അവസ്ഥയിൽ എനിക്ക് തൃപ്തിയോടെ ജീവിക്കാൻ, അലംഭാവത്തോടെ അല്ലെ തൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. Paul says that he is very satisfied what all things he is got. അപ്പോൾ പൗലോസ് പഠിച്ച ഈ ബോധ്യം പൗലോസിനെ പഠിപ്പിച്ച ഒരു പാഠം ആണ് എന്ത്? ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ബാക്കി നിങ്ങൾ പറയണം ജീവിക്കാൻ ആര് പഠിച്ചു? പറഞ്ഞേ. So this particular verse explained or helped Paul to be content whatsoever state. ഞാൻ പറഞ്ഞു ഇത് പൗലോസിന്റെ ജീവിതത്തിലുള്ള പൗലോസ് പറയുന്നത്. We said that Paul is telling these things. പൗലോസ് അറിയാം കർത്താവിനെ ശക്തിപ്പെടുത്തുന്നവനാണ്. Paul knows that God is the one who strengthens. ആ ബോധ്യം വന്നപ്പോൾ പൗലോസ് പറയാണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാം. When he aware about all these things, now he know that. എന്താണ് അറിവ്? What is this aware? പറഞ്ഞേ. What is he aware of? ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ So he know that എനിക്ക് ജീവിക്കാൻ അറിയാം. So he know that how to live, being in content whatsoever state. ഇത് വലിയൊരു തിരിച്ചറിവല്ലേ? Dear brothers and sisters, this is a very good aware. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കുക എന്ന് പറയുന്നത്. To be content whatsoever state it is. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ പറയാൻ എന്റെ മനസ്സിൽ താല്പര്യം. When we explain this one, I want to explain about things which ഞാൻ ഒരു പുസ്തകം ചില വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു. I have published one book. അത് സേലത്ത് കർത്തൃശുശ്രൂഷയിലായിരുന്ന KV സാമുവലിന്റെ ജീവചരിത്രമാണ്. That was something about the life history of a person called KV Samuel in Salem. അദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും അറിയാം. Most of us might know him. അദ്ദേഹം സേലത്ത് പ്രവർത്തനം ആരംഭിച്ചു. He started his ministry. ദീർഘവർഷം അദ്ദേഹം സേലത്തും ഈറോഡും എല്ലാം അദ്ദേഹം കർത്തൃശുശ്രൂഷയിൽ ആയിരുന്നു. He continued his ministry in Salem and Erode. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എഴുതുന്നത്. After he expired, brother started writing about him. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോയി കണ്ടു. I have met his wife. അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ അടുത്ത സമയത്ത് നിത്യയിൽ പ്രവേശിക്കും. That sister also be with Lord. അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ പറയാം. And that day, that dear sister has said like this. അവരെല്ലാം അന്ന് ഈറോഡ് പ്രവർത്തിക്കുന്ന സമയത്ത്. So they all were in the place called Erode. ഈറോഡ് താമസിച്ച് പ്രവർത്തിക്കുന്ന സന്ദർഭം വളരെ പ്രതിസന്ധിയുടെ സന്ദർഭമാണ്. When they stayed in Erode, it's quite difficult to be there. അന്ന് അവർ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് difficult that they face in that time in Erode. അക്കാലത്ത് നിങ്ങൾക്കറിയാം ഗ്യാസ് ഇല്ല. There is no cooking gas available. അന്ന് വിറക് വെച്ച് വേണം ഭക്ഷണം പാചകം ചെയ്യാൻ. So they have to do the cooking by doing the woodwork. അപ്പോൾ ഇവരെല്ലാം താമസിക്കുന്നത് വാടകയ്ക്കുള്ള കെട്ടിടങ്ങളിലാണ് താമസിക്കുക. They all are staying in a hired house. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ട്. Problem when you stay in hired house. അടുത്തടുത്തെല്ലാം വാടകക്കാരാണ്. So next door is also a hired house. ഇവരെല്ലാം കിച്ചൺ ഇവരുടെ എല്ലാം പുറത്താണ്, വീടിന്റെ പുറത്താണ്. So they used to have their kitchen outside the house. ഞാൻ ഈ പറയുന്നത് 65
കാലഘട്ടത്തിലെ സംഭവമാണെന്ന്. This is something about 1960-65. അപ്പം ഇവരുടെ ഒന്നും വീടിനോട് ചേർന്ന് അടുക്കളയില്ല. So they don't have a kitchen within that house. ഇവരുടെ എല്ലാം കിച്ചൺ പുറത്താണ്. So they have their kitchen outside the house. അപ്പൊ അവിടെ വരുന്നൊരു സാങ്കേതിക പ്രശ്നം. So the practical difficulty in that time, ഭക്ഷണം വെക്കുന്നില്ലെങ്കിൽ if you are not cooking, അത് മറ്റുള്ളവർ അറിയും. everyone will know that. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കിച്ചൺ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം വെച്ചില്ല ആരും അറിയുന്നില്ല. So if our kitchen is inside our house, if you are cooking or not cooking, nobody will know. പക്ഷെ ഇത് അങ്ങനെ നടക്കുകയില്ല. But this is not possible. കാരണം ഇങ്ങനെ വീടുകൾ ലൈൻ വീടാണ്, അടുത്തടുത്ത് താമസിക്കുന്നത്. All the houses are in a line and എല്ലാവരുടെയും കിച്ചൺ പുറത്താണ്. and everyone's kitchen is outside the house. കിച്ചൺ പുറത്തിരിക്കുമ്പോ ഒരു ദിവസം അവിടെ വിറക് വെക്കുന്നില്ലെങ്കിൽ When the kitchen is outside and they are not cooking today, അത് മറ്റുള്ളവർ അറിയും. the next person will know. അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ എന്താണ് ഇന്ന് ഭക്ഷണം വെക്കുന്നത്? And the next person will ask, the next door people will ask, why you are not cooking today? ഞാൻ ആ ആന്റി പറഞ്ഞ സംഭവം ഞാൻ പറയാം. Let me explain that auntie said. ഒരുപാട് ദിവസം അവർക്ക് ഭക്ഷണം വെക്കാനില്ല. There are many days they were not able to cook. അങ്ങനെ ഭക്ഷണം വെക്കാനില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ Those times when they are not able to cook, അവർ വെറുതെ ചൂടുവെള്ളം തിളപ്പിക്കും. they simply boil the water. എന്തിനാ ചൂടുവെള്ളം തിളപ്പിക്കുന്നത്? Why they are boiling the water? ചൂടുവെള്ളം തിളപ്പിക്കുമ്പോ അടുത്തുള്ളവർ കാണും ഇവർക്ക് ഭക്ഷണം. So when they simply boil the water, the next door people will say that, oh yeah, they അപ്പൊ അവർ വിചാരിക്കും അവർക്ക് ഭക്ഷണമുണ്ട്. or they think that oh they അവർ ഭക്ഷണം കഴിക്കുന്നു. they ആന്റി പറഞ്ഞത് വെറുതെ ചൂടുവെള്ളം തിളപ്പിക്കുക. they simply boil their water. വെറുതെ ചൂടുവെള്ളം തിളപ്പിച്ച് Simply boil the water അതവിടെ വെക്കും. and they keep it there. ഞാൻ എങ്ങനെ പറയട്ടെ? Let me explain. വെറുതെ ചൂടുവെള്ളം കുടിച്ച് കടന്ന രാത്രികളുണ്ട്. There are many nights they have just drank hot water. എന്നിട്ട് ആന്റി പറഞ്ഞ വസ്തുത That auntie said like എല്ലാ ദിവസവും സാമുവൽ സാറിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തും. every day there should be a family meeting. ആ കുടുംബ പ്രാർത്ഥന എന്നും അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. Every family meeting he used to say like this. ഇന്ന് തന്ന ആഹാരത്തിനായി സ്തോത്രം. And he thanked the Lord for the meal that they have got today. അദ്ദേഹം പറയുകയാണ് ഇന്ന് തന്ന ആഹാരത്തിനായി സ്തോത്രം. He always said that thank you Lord for the meal we ഞാൻ പറയട്ടെ ഇന്നത്തെ ആഹാരം എന്തായിരുന്നു? What was they had on that day? പറഞ്ഞു. ചില ദിവസത്തെ ആഹാരം എന്താ? വെറും പച്ചവെള്ളം കുടിക്കുന്നു. They had only plain water. എന്നിട്ടും പറയാണ് അദ്ദേഹം പറയുകയാണ് എന്താണ് ഇന്ന് തന്ന ആഹാരത്തിനായി സ്തോത്രം. പ്രിയമുള്ളവരെ, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. Being content whatsoever state you are. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ നാം പരിശീലിക്കണം. We have to learn in such a way that being content. നമുക്കറിയാം 12 വാക്യം നമ്മൾ നോക്കുക. If you read it 12, അതിന്റെ വിശദീകരണം അവിടെ പറയുന്നുണ്ട്. the explanation is പറയുന്നത് Paul says here, എനിക്ക് താഴ്മയിലിരിക്കാൻ എനിക്കറിയാം. I know how to be abased. പിന്നെ പറയുന്നത് എനിക്ക് വിശന്നിരിപ്പാൻ 12 വാക്യം 4:12 എനിക്ക് വിശന്നിരിപ്പാൻ എനിക്കറിയാം. I know how to be hungry. എന്നിട്ട് പറയാണ് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കാനും അറിയാം. and to suffer need. ഞാൻ ഈ ഭാഗം കൂടുതൽ വിശദീകരിക്കാതെ മുന്നോട്ട് പോകട്ടെ. Let me move further without ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകും. we have to have this awareness. ഞാനും ഒരു പിതാവാണ്, 2 മക്കൾ എനിക്കുണ്ട്. Brother has got 2 kids. നിങ്ങൾക്കും മക്കൾ ദൈവം തന്നിട്ടുണ്ട്. We all have God has given us. ഞാൻ നമ്മുടെ എല്ലാവരുടെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. Let me explain from all our experience. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? What is our desire? പറഞ്ഞു. Please tell. നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടാകരുത്? ബുദ്ധിമുട്ട്. Our desire is our children does not struggle. നമ്മുടെ കുഞ്ഞിന് ബുദ്ധിമുട്ട്. Our children does not struggle. ഇതാണ് നമ്മുടെ ആഗ്രഹം. That is our desire. പക്ഷെ അതല്ല പറയുന്നത്. That is not. അവരും പഠിക്കണം. എന്ത് പഠിക്കണം? That is not the right. ബുദ്ധിമുട്ട് അവര് let them learn the struggles. ഇല്ലായ്മ അവര് let them learn the need. വിശപ്പ് അവര് പഠിക്കണം. let them learn the അതെല്ലാം അവര് പഠിച്ചേ പറ്റൂ. they have to learn all those things. ഞാൻ ഈ സംഭവം പറയുമ്പോ ഒരു ദൃഷ്ടാന്തം കൂടെ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. let me explain an example. നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ പറ്റി നന്നായിട്ട് അറിയാം. you know the famous leader Indian lady called ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് പ്രിയങ്ക ഗാന്ധി. Indira Gandhi's granddaughter is Priyanka Gandhi. പ്രിയങ്ക ഗാന്ധി ചെറുപ്പമായിരുന്ന സമയത്ത് when she was very young, ഒരുപക്ഷെ 4-5 വയസ്സ് പ്രായം, maybe 4 or 5 years old, എങ്ങനെ വീഴുവോ എന്തോ ചെയ്തു. somehow she fell down. ഓൾ ഇന്ത്യ മെഡിക്കൽ സെന്ററിൽ പ്രിയങ്ക ഗാന്ധിയെ എത്തിച്ചു. and they brought him to All India Medical Center. അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അല്ല, പക്ഷെ അവർ ഉന്നത വ്യക്തിയാണ്. She was not a prime minister, she was one of the great leaders. അവരവിടെ ചെന്നു. They reached there. അവരവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്നറിയാം. They reached there, what happened? അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം ഒരു നേഴ്സ് And
ഈ പ്രിയങ്ക ഗാന്ധിയെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. And one nurse came across and then she started to do the injection for ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തെ നേഴ്സ് പറഞ്ഞു. This girl and the nurse said like this. മോളെ വേദനിക്കില്ല. And the nurse said it won't be painful. നമുക്കറിയാം സാധാരണ നേഴ്സുമാര് കുട്ടികളോട് പറയും. We know that normally nurse say that to every kids. നിങ്ങൾ പേടിക്കണ്ട. There won't be much pain. നമ്മൾ പറയുന്നതോടെ പറയുകയാണ് അല്ലേ? ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വേദന. That's not every nurse say, but there will be some pain. പക്ഷെ നമ്മൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ പറയും മകളെ വേദന എടുക്കുകയില്ല. But to console them we say that there won't be any pain. ആ നേഴ്സ് അത് പറഞ്ഞു. When the nurse said that, അത് ശ്രീമതി ഗാന്ധി കേട്ടു. and Sri Gandhi listened to that. ശ്രീമതി ഗാന്ധി ഇന്ദിരാഗാന്ധി ആ നേഴ്സിനോട് പറഞ്ഞ വാചകം എന്താണെന്നറിയാം? What did Indira Gandhi say to the nurse? ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, നേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. Don't say like that. നിങ്ങൾ വേദനിക്കില്ലെന്ന് പറയരുത്. Don't say that it won't be pain. നിങ്ങൾ പറയണം വേദനിക്കും. You should say it will pain. നിങ്ങൾ കൊച്ചിനോട് പറയണം മകളെ വേദനിക്കും. You have to tell her that it will pain. പക്ഷെ നീ ആ വേദന സഹിക്കണം. But you have to bear that pain. എന്താ അവരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം? What is the difference in her? കുഞ്ഞിനോട് പറയണം വേദനിക്കും. You have to tell the kid that it will pain. ഞാൻ ആ ഭാവം ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ വരാറുണ്ട്. ഒരുപാട് വേദന അനുഭവിച്ച കുടുംബമാണ് ശ്രീമതി ഗാന്ധിയുടെ കുടുംബം. That family probably gone through many difficult situations. ആ ചരിത്രം നമുക്കറിയാം. We know the history. ഞാൻ പൗലോസിലേക്ക് വരട്ടെ. Let me come back to Paul. പൗലോസ് പറയും എനിക്ക് വേദനിക്കാൻ എനിക്കറിയാം. And Paul said that I know how to be. എനിക്കറിയാം പട്ടിണി എന്താണെന്ന് എനിക്കറിയാം. Paul knows that how saying that I know how to. എനിക്ക് ഏത് സാഹചര്യമായാലും I know how to be in all the situations. ഞാൻ സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്കറിയാം. I will be content. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അനുഭവം. And being content whatso state we are. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിക്ക് A person who being content whatsoever he is. ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. And there will be a promise from God. എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്നറിയാമോ? What is the promise from the God? ഞാനൊരു വാക്യം വായിക്കാം. Let me read a verse. നിങ്ങൾ എന്റെ കൂടെ എബ്രായരുടെ 13-ാം അധ്യായത്തിലേക്ക് വരൂ. Let's turn to Hebrew chapter 11. 13-ാം വാക്യത്തിന്റെ 5-ാം വാക്യം, 13-ാം അധ്യായത്തിന്റെ 5-ാം Chapter 13 verse 5. നമുക്ക് വളരെ ഇഷ്ടമുള്ള മറ്റൊരു വാക്യമാണ്. That is the most familiar. ഞാൻ ആ വാക്യം വായിക്കാം. Let me read like this. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. Let me read like this. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. Let your conversation be without covetousness, and be content with such things as ye have. For he has said, I will never leave thee nor forsake thee. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. I will never leave thee nor forsake thee. ഈ വാക്യവും ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികയിൽപ്പെടുന്ന വാക്യമാണ്. So this verse also comes in the list which we said earlier. നമ്മുടെ വീടുകളിലെല്ലാം നാം എഴുതി വെക്കുന്ന വാക്യമാണ്. This is one of the words what we have. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. Being content whatsoever we have. ഈ വാക്യത്തിന്റെ ചില വിവർത്തനം, അതിന്റെ യഥാർത്ഥ വിവർത്തനം ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. You must have heard about the full explanation of this particular verse. വ്യാഖ്യാതാക്കൾ പറയുന്നത്, the commentator says like this. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അവിടെ ആ ഒരു നാളും എന്ന് പറയുന്നത് ചിലർ പറയുന്നത് 7 വട്ടം ഉണ്ടെന്നാണ്. Some scholars say, I will never leave thee. It's considered as 7 times. അതായത് ഒറിജിനൽ പരിഭാഷയിൽ ഒരു നാളും എന്ന് പറയുന്നത് 7 പ്രാവശ്യം ഉണ്ടെന്ന് പറയുന്നു. When it comes to the original version, it says that it's considered as 7 times. അപ്പൊ എങ്ങനെ നമുക്ക് ആ വാക്യം വായിക്കേണ്ടി വരും? So how we can read that particular verse? ഞാൻ നിന്നെ ഒരു നാളും പിന്നെന്താണ് ഒരു നാളും. So we have to count 7 times before telling this particular verse. നമുക്കറിയാം ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? We know that there is 7 days in a week. 7 ദിവസവും നമ്മൾ പറയാണ്. We say that this particular thing in all the 7 days. ഞാൻ നിന്നെ ഒരു നാളും and I will not leave you. I will not leave you. ഇനി എന്റെ ചോദ്യം. And that's now my question is. ഇപ്പോ വാക്യം നിങ്ങൾ മനസ്സിലാക്കി. So you understand the verse. അതെ, എന്റെ ചോദ്യം ഇതാണ്. My question is now. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. I will not leave thee. ആരോട് പറഞ്ഞു? Who said to whom? ഈ ഒറ്റ വാക്യം നോക്കിയാൽ മതി. Let's by seeing this മറുപടി പറയാം. By seeing this particular verse 5, you can say that. പറയാൻ ശ്രമിക്കുക. Let's try to give. ആരോട്? Who said to whom? കർത്താവ് പൗലോസിനോട് പറഞ്ഞു. അതൊന്ന്. പിന്നെ So that is one case. ഞാൻ നിന്നെ ഒരു നാളും, ആ വാക്യം നോക്കി പറയണം. I will never leave thee nor forsake thee. Who said to whom? അത് ആരോട് പറയുന്നു?
പൗലോസ് കർത്താവ് പൗലോസോട് പറഞ്ഞു അത് പിന്നെ അത് ആർക്കാണ് അത് ബാധകം? So God said that this to all, but it is applicable to whom? അത് ആ വാക്യം ആർക്കാ ബാധകമാകുന്നത്? ദൈവമക്കൾക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തമല്ല. ആ വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ? So when considering this particular verse, are we really able to be content? അവരോടാണ് പറയുന്നത് എന്ന് പറയുന്നത്. So to whom Paul is telling? പറഞ്ഞേ, ഞാൻ നിന്നൊരു നാളും എന്ത് ചെയ്യില്ല. So Paul is mentioning to whom God is telling, I will not leave thee. മറുവശം പറയാം. Let me say the other side. മനസ്സില്ല. I don't want to be content that situation. ഈ വാക്യം എനിക്ക് ബാധകമാണോ? Is this verse related to me? ബാധകമല്ല. Is this verse applicable to me? ഈ വാക്യം ബാധകമാകുന്ന ആർക്കാണ്? To whom it is applicable? നിങ്ങൾക്കുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റുമോ? So are we really able to content? എനിക്ക് പറയാണ്, Then he say, ഇത് ചെയ്യില്ല. then here God say, ഞാൻ നിന്നെ ഒരു നാളും I will not leave you. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not leave thee. ഞാൻ എന്റെ വിഷയത്തിനടുത്ത് ഹാജരിൽ പോട്ടെ. Let's go to the next. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. I can do all things through strength and ഈ ബോധ്യം കൊണ്ട് പൗലോസ് പഠിച്ച ഒന്നാമത്തെ പാഠം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ അദ്ദേഹം. By knowing this fact, Paul understood that being content whatsoever state he is. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയ രണ്ടാമത്തെ പാഠം എന്താണ്? So what is the second lesson here? നിങ്ങൾ അതിന്റെ 18-ാം വാക്യം വായിക്കണം. let's go to Philippians 4:18. chapter 4 verse 18. അവിടെ പൗലോസ് പറയുന്നത്, Paul says there, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, but I have all പിന്നെ അടുത്ത് പറയുന്നത് and above, സമൃദ്ധിയായിരിക്കുന്നു. and I am full. അവിടെ പൗലോസിന്റെ രണ്ടാമത്തെ തിരിച്ചറിവ്, And the second- ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. And this is considered as Paul's second awareness. And Paul saying that I have all. എനിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്. Paul says, I have all. What does that mean? പൗലോസ് തിരിച്ചറിവാണ്. That is a second awareness. എനിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്. Paul saying that I have all. ഞാനത് അല്പം വിശദീകരിക്കാം. Let me explain a bit. എന്താണ് പറയുന്നതിന്റെ അർത്ഥം? What does that mean? എനിക്ക് കാറില്ല, I don't have car. എനിക്കിപ്പോ ഉള്ളത് സൈക്കിൾ മാത്രം. I have just a bicycle. പൗലോസ് പറയുന്നത് എന്താണ്? Paul says like this. എനിക്കിപ്പോൾ എന്തുണ്ട്? എനിക്ക് കാറില്ലെന്നല്ല പറയുന്നത്. Paul says that I don't have a car now. എനിക്കിപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. Paul says that I have all what I need. എനിക്കിപ്പോ വീടില്ല. I don't have a house. എനിക്ക് വീടില്ല. I don't have a house. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. I'm living in a hired house. പൗലോസ് പറഞ്ഞു എനിക്ക് വീടില്ലെന്നല്ല പറയുന്നത്. Paul doesn't say that I don't have. എനിക്കിപ്പോൾ എനിക്ക് എന്തുണ്ട്? Paul said now. എനിക്കിപ്പോൾ ആവശ്യമുള്ളതുണ്ട്. I have everything which I need. എനിക്കില്ലാത്ത പട്ടിക ഒരുപാടുണ്ട്. There are so many lists. ഞാൻ പറഞ്ഞു എനിക്ക് ഫാനില്ല, എനിക്ക് കാറില്ല, എനിക്ക് ബൈക്കില്ല, എനിക്ക് TV ഇല്ല, ഫ്രിഡ്ജ് ഒന്നുമില്ല എനിക്ക്. I don't have all these things. ഇതൊന്നും എനിക്കില്ല. I don't have all these പക്ഷെ things. പൗലോസ് പറഞ്ഞു എനിക്ക് ഇപ്പോൾ But Paul says that I have. എനിക്ക് ആവശ്യമുള്ളതെല്ലാം I have all that I need. എന്താണ് തിരിച്ചറിവ്? What is that awareness all about? പൗലോസിന് അറിയാം, Paul knows that. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം He can do everything. ഞാൻ സകലത്തിലും മതിയായവൻ. അല്ലേ? പൗലോസിന് അറിയാം ഈ കാര്യം. എനിക്ക് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം. Paul says that he has everything. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തകനുണ്ട്. There is a person who is in the fellowship, who is in the gospel work. അദ്ദേഹം AM പ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. His name is AM Prasad. ചിലർക്കെങ്കിലും നിങ്ങൾക്കറിയാം. Some of us may know him. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു പ്രസ്താവന, The main thing he repeatedly says again and again. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം. He says every time I have everything what I need now. അദ്ദേഹം 30-35 വർഷമായി കർത്തൃ ശുശ്രൂഷയിലായിരുന്നു. He is in the ministry for 30-35 years. അദ്ദേഹം വളരെ തിരക്കുള്ള ശുശ്രൂഷകനാണ്. He is one of the busiest worker in this. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. I have been to his house once. അദ്ദേഹത്തിന്റെ വീട് പരിതാപകരമായ ഒരു വീടാണ്. His house is not that great. ആ വീട് ഞാൻ പറഞ്ഞത് ഇടിഞ്ഞു വീഴുന്നുള്ള അർത്ഥത്തിലല്ല. It's not that it's something going to crash. നമ്മൾ പറയുന്ന പോലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യവും അദ്ദേഹത്തിന്റെ വീട്ടിൽ. It's not that there is no basic needs there. രണ്ട് മുറി ഉള്ളത് There is പറഞ്ഞു. only 2 rooms. ആ മുറിയിൽ അദ്ദേഹം ജീവിക്കുന്നു. In that room he lives there. അദ്ദേഹത്തിന് വേറെ മാർഗമില്ല. അദ്ദേഹം അവിടെ ഒരു ക്രമീകരണത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. In some way or other way he just lives there. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും, And we always ask ഞാൻ അദ്ദേഹത്തെ അണ്ണ എന്നാ വിളിക്കുക, and we always call him as a brother. ഇതെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പാടില്ലേ? Brother, is there any possible അപ്പോൾ അദ്ദേഹം പറയുന്ന വാചകമാണെന്ന് To solve it. Then that time he says like this. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നെല്ലാം, I have everything what I have. ഇന്ന് എനിക്ക് വേണ്ടുന്നെല്ലാം ഉണ്ട്. I have everything what I need today. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അതിൽ കൂടുതൽ പറയാൻ എനിക്ക് സമയമില്ല. My beloved, I don't have much time to explain. പൗലോസിന് അറിയാം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും. Paul says that I can do all things through Christ. ആ തിരിച്ചറിവുള്ള വ്യക്തി പറയാണ് എനിക്ക് ഇപ്പോൾ
വേണ്ടുന്നത് എല്ലാം. So when Paul has this awareness and Paul says that I have all things now, പൗലോസിന്റെ മൂന്നാമത്തെ തിരിച്ചറിവ്, and that's his third awareness. നിങ്ങൾ എന്റെ കൂടെ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലേക്ക് വരിക. Let's turn to book of Corinthians, 2 Corinthians. അതിന്റെ 12-ാം അധ്യായം, 2 Corinthians chapter 12. 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 12 verse 9. അത് 9-10 വായിക്കണം. അവിടെ വായിക്കുന്നത്, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ. And he said unto me, my grace is sufficient for thee, for my strength is made perfect. ഇനി 10-ാം വാക്യത്തിന്റെ Let's read 10 verse, last part of verse 10. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. For when I am weak, then I am strong. എന്താ പറയുന്നതിന്റെ അർത്ഥം? What does that mean? പൗലോസിന് അറിയാം, Paul knows. ഞാൻ ബലഹീനാകുകയാണോ, Paul knows that whether I became weak, അതിന്റെ അർത്ഥം ഞാൻ മറുവശത്ത് ഞാൻ എന്തായി തീരുകയാണ്. പറഞ്ഞേ. at the other part, Paul knows that he is become ശക്തനാകുകയാണ്, he is become strong. അല്ലേ? ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിക്കും പൗലോസ് ബലഹീനാകുകയാണല്ലോ. So people may think that he is getting old, he is getting weak. അദ്ദേഹം ക്ഷീണിതനാകുകയാണല്ലോ, He is very tired. അദ്ദേഹം ഇപ്പൊ ആകെ അവശനാകുകയാണ്. He is very tired. അപ്പോ അങ്ങനെ അവശനാകുകയാണല്ലോ എന്ന ബോധ്യം മറ്റുള്ളവർക്കുണ്ടാകും. So the people may think that Paul is getting tired these പക്ഷെ days. പൗലോസ് പറയുന്നത് എന്താ? But Paul says what? പൗലോസ് പറയുന്നത് ഞാൻ ആരായി തീരുകയാണ്. But here Paul says, I am becoming ഞാൻ ശക്തനാണ്, I have become strong. അല്ലേ? ഞാൻ ശക്തനാകുകയാണ്. I am becoming strong. ബലഹീനതയിൽ മറ്റുള്ളവർ ചിന്തിക്കും പൗലോസ് ബലഹീനനാകുകയാണ്. Everyone think that Paul is becoming weak. പക്ഷെ പൗലോസ് പറയുന്നത് ഞാൻ ബലഹീനാകുന്നില്ല, Paul saying that I am not getting weak. ഞാൻ ശക്തനാകുകയാണ്. I am getting strong. ആ ബലഹീനത കൂടുന്തോറും ഞാൻ മറുവശത്ത് As ശക്തനായി his weakness increase, even in the next side, he is getting strong. എത്ര വലിയ തിരിച്ചറിവാണ്. So what a great awareness it is. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദതണലാകും ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയും ആശ്രയമാം കൃപ കൃപയും ആശ്രയമായ കൃപ കൃപയും ഞാൻ സകലത്തിനും മതിയായി. I can do all things who strengthen me. 3 തിരിച്ചറിവ് പൗലോസിനുണ്ട്. Paul has got 3 awareness. ഒന്ന്, The first one, ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കാൻ പൗലോസിന് അറിയാം. and he learned being content whatsoever. എനിക്ക് ഇപ്പോൾ ആവശ്യത്തിനെല്ലാം ഉണ്ട്, I have everything what I need now. എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. And he got those awareness. 3, The third one, ബലഹീനത വരുമ്പോൾ when he was weak, പൗലോസ് പറയുകയാണ് ഞാൻ ശക്തിപ്പെടുകയാണ്. Paul said that I am becoming ഞാൻ strong. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് Let me come to the end of. നാം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. Let us read the portion again. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ Philippians chapter 4 verse 13. I can do all things through Christ which strengthens me. നമ്മൾ പൗലോസിന്റെ ജീവിതം ആകമാനം ചിന്തിക്കുമ്പോൾ When we think all about Paul's life, ഒരുപക്ഷേ ഈ വാക്യം പൗലോസ് എന്തുമാത്രം ശക്തിപ്പെടുത്തി എന്നറിയാമോ? this verse must have given him lot of strength. പൗലോസിന്റെ ഈ വാക്യം ഒരുപക്ഷേ പൗലോസിന്റെ ജീവിതത്തിന്റെ ഊർജ്ജമായി മാറി. This may be kind of a booster for this verse. ഈ Booster for ഈ Paul's life. തിരിച്ചറിവ് പൗലോസിനുണ്ടായി. Paul has this awareness. ഈ തിരിച്ചറിവ് പൗലോസിനുണ്ടായി എന്ന് പറയുമ്പോൾ When we say Paul has this awareness, ഞാൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാം. let me point out some of the truth. നിങ്ങൾ എന്റെ കൂടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരണം. Let's turn to 2 Corinthians. പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികളുടെ ഒരു പട്ടിക നമുക്ക് അവിടെ കാണാനായിട്ട് We സാധിക്കും. see a list of problems Paul faced in his life. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2 Corinthians chapter 11. 11-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ ഞാൻ അങ്ങ് വായിക്കാം. Let's read some of the verses. 23 മുതൽ 11-ന്റെ 23. Chapter 11 verse 23. അവിടെ മലയാളത്തിൽ ഞാൻ വായിക്കാം. Let's read in Malayalam. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, We see here like this. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, 23. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറിയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു.
ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളുടെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കാടിലെ ആപത്ത്. So let me point out these verses. I am more in labor more abundant, in stripped above measure, in prison more frequent, in death oft. For the jewel 5 times receive I 1/4 stripped, save one. Thrice was I beaten with rods, once was I stoned, thrice I suffered shipwreck. A night and a day I have been in the deep, a journeying often in pearls of water, in pearls of robbers, in pearls by my own countrymen, in peerless of by the herders, in peerless in the cities, in peerless in the wilderness, in the sea, and among false brothers. The weariness and painfulness, in watching often, in hunger, in thirst, in fasting, in cold and in nakedness. അപ്പോൾ ഇവിടെ നാം കാണുന്ന പൗലോസ് അനുഭവിച്ച പ്രതിസന്ധിയുടെ ഒരു പട്ടികയാണ് നാം ഇവിടെ കാണുന്നത്. So we see a long list. Paul faced the struggles. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മെ അത് ഭയപ്പെടുത്തുന്ന വിവരണങ്ങളാണ്. So when these verses explain, and when we explain, ഇത്രയും അധികം കഷ്ടം അദ്ദേഹം അനുഭവിച്ചു. Discusses, and this is a long list of suffering. എന്നാൽ ഇവിടെ ഒരു വസ്തുത ഞാൻ ചേർത്ത് പറയാം. Let me add a truth here. ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് The things which said here, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്. Paul said this is in the 2 Corinthians. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ഏത് കാലഘട്ടത്തിലാണ് എഴുതുന്നതെന്ന് അറിയാമോ? When did he write this? നിങ്ങളെല്ലാം കയ്യിൽ ആ നമ്മുടെ കൊരിന്ത്യ ലേഖനത്തിന്റെ എഴുതിയ സന്ദർഭം പറയുന്നുണ്ട്. It's mentioned in the initial state of this. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതിയ വർഷം ഏതാണ്? And it says in which year it's written. നോക്കി പറഞ്ഞു, ഏത് വർഷമാണ് ഇത് എഴുതുന്നത്? AD 57. And it says AD 57. It is written in AD 57. ഞാൻ പറയാം, AD 57-ലാണ് പൗലോസ് എന്ത് എഴുതുന്നത്? Paul wrote this particular epistle in AD 57. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കഷ്ടം അപ്പോൾ ഏത് കാലത്തിന് മുമ്പ് അനുഭവിച്ചതാണ്? So this is a long list. When did Paul suffer? പറഞ്ഞേ. AD 57-ന് മുമ്പ്. So he suffered all these lists. അല്ലേ? AD 57 മുമ്പ്. AD 57. വ്യാഖ്യാതാക്കൾ പറയുന്നത്, So the Bible scholar says like this. AD 40-45-കളിലാണ് പൗലോസിന്റെ മാനസാന്തരം. In AD 40-45, Paul got changed. അപ്പം 45-ൽ പൗലോസിന്റെ മാനസാന്തരം നടന്നു. And that happened in 45, AD 45. 57-ൽ പൗലോസ് ലേഖനം എഴുതി. 57 he wrote this letter. അപ്പൊ ഈ കഷ്ടം അനുഭവിച്ച ഏത് വർഷത്തിനുള്ളിലാണ്? So when did he actually suffer these sufferings? പറഞ്ഞേ. 45-ലൊക്കെ എഴുതി മാനസാന്തരപ്പെട്ടു എന്ന് വിചാരിക്കുക. He got saved in. അപ്പൊ പൗലോസ് അനുഭവിച്ച ഈ കഷ്ടം എന്ന് പറയുന്നത് 10 വർഷത്തിനുള്ളിൽ ഒരാൾ അനുഭവിച്ചതാണ്. So within 10 years, this is a long list of a person going through this suffering. എന്റെ പ്രിയമുള്ളവരെ, എനിക്കിത് പറയാൻ സമയത്തിന് പരിമിതിയുണ്ട്. We have a time limitation to explain. എങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പിന്നെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. Let me draw your attention to that. നിങ്ങൾ 23-ാം വാക്യം വായിക്കുക. Let's read verse 23. കേവലം 15 വർഷം 13 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? Within 13-15 years, a person suffered many things. നോക്കുക, ഞാൻ വായിക്കാം. Let's read the list. പൗലോസ് പറയുന്നത്, Paul says here, ഞാൻ അധികം പ്രാവശ്യം തടവിലായി. more frequent I'm in the prison. എവിടെയാ അധികം പ്രാവശ്യം തടവിലായത്? Where does he was in the prison? പറഞ്ഞേ. റോമിലേക്ക് വന്നിട്ടില്ല നമ്മളിപ്പോ. We have not been reached to Rome. ഈ പറയുന്ന സന്ദർഭത്തിൽ എവിടെ വന്നിട്ടില്ല നമ്മള്. But we discussed this one. He is ഞാൻ not പറഞ്ഞിട്ടുണ്ടല്ലോ, reached Rome. നമ്മൾ നേരത്തെ റോമാലേഖനം ഫിലിപ്പി ലേഖനം എഴുതി തടവിലേക്ക് പൗലോസ് വന്നിട്ടില്ല. അതൊക്കെ അതിനുശേഷം എഴുതുകയാണ്. So that happened after this. അപ്പം പൗലോസ് പറയാണ്, ഞാൻ അധികം പ്രാവശ്യം തടവിലായി. Paul says that in prison I'm more frequent. നമുക്കറിയാവുന്ന ഒരു തടവേ ഉള്ളൂ. We know only one prison. ഏതാ? ഫിലിപ്പിയിൽ ചെന്നപ്പോൾ പൗലോസ് തടവിൽ. We know that one prison in Philippines. പൗലോസ് പറയുന്നത് എന്താണ്? When Paul was in Philippines, what Paul says here? പൗലോസിന്റെ കാരാഗ്രഹ ലേഖനം ഇനി ഇതിന് ശേഷമാണ് എഴുതുന്നത്. Paul wrote all those prison epistles. റോമിൽ പൗലോസ് കാരാഗ്രഹത്തിലായതെല്ലാം ഇതിന് ശേഷമാണ്. So Paul being in Rome after this. അപ്പം ഇവിടെ പറയുന്ന ഈ അധികം പ്രാവശ്യം തടവിലായി എന്ന് പറയുന്നത് എപ്പോഴാ? So what is Paul mean that by saying in prison more frequent? നമുക്കറിയില്ല. We don't know. പിന്നെ പൗലോസ് പറയുന്നത് എന്താ?
What does he say is that? പിന്നെ അദ്ദേഹം He പറഞ്ഞത് says after that, അനവധി അടി കൊണ്ടു. and he beaten many times. നമുക്ക് അറിയാവുന്ന ഒറ്റ അടിയേ ഉള്ളൂ. We know only one. One he got beaten. ഫിലിപ്പിയിൽ വെച്ച് അടി കൊണ്ടു. He got beaten in കാരാഗ്രഹത്തിലാക്കി എന്നുള്ളത് നമുക്കറിയാം. we know that he got in. പൗലോസ് പറയുന്നത് എന്താണ്? And Paul says here, ഞാൻ അനവധി അടി And I've got many times. പിന്നെ അദ്ദേഹം പറയുന്നത് Then he says, യഹൂദന്മാർ ഒന്ന് കുറയെ 40 അടി 5 വട്ടം. I've got 5 times received. I've got 40 strips for. ഇതെപ്പോഴാ പറഞ്ഞു? when is this? നമുക്കറിയില്ല. We don't know. ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കുന്നില്ല. We don't know when does this happen. അടി കൊണ്ടു. He got beaten. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. He got 3 times with the wrist. എപ്പോഴാ? We don't know. When it was. ഇത് എത്ര വർഷത്തിനുള്ളിൽ നടന്ന കാര്യമാണ്? How many years it is taken to happen this? പറഞ്ഞു 10-12 വർഷത്തിനുള്ളിൽ We take only 10 years and 12. ഒരു മനുഷ്യൻ അനുഭവിച്ച പ്രശ്നമാണ് നമ്മുടെ. These are the long list of 10 to 12 years. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. And 3 times he suffered a shipwreck. എപ്പോഴാണ്? When was it? നമുക്കറിയാവുന്ന കപ്പൽ ഛേദം എപ്പോഴാണ്? We know what shipwreck we know. അതെപ്പോഴാണ്? When was it? ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു നമുക്ക് ആകെ അറിയാവുന്ന കപ്പൽ ഛേദം മാത്രമേ ഉള്ളൂ. We know. അല്ലേ? We think about it. അത് ഇനിയും വർഷങ്ങൾ കഴിയണം റോമിലേക്ക് പോകണം. There are so many years being pending. നമുക്കറിയില്ല ഈ കപ്പൽ ഛേദം ഏതാണ്. ഈ കപ്പൽ ഛേദം നമുക്കറിയില്ല. We don't know what shipwreck he is talking about. ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കഴിച്ചു. He spent all day and night in the. ഇതെപ്പോഴായിരുന്നു? When was it? ഇതൊന്നും നമുക്കറിയില്ല. We don't know. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ. Let me explain like this. കാട്ടിലെ ആപത്തുണ്ടായി. He had a. നമ്മൾ പറയുന്നത് കാട്ടിലെ ആപത്ത്. 24. നദികളിലെ ആപത്ത്. He had a peerless in waters. ഞാൻ ഇത് പറഞ്ഞവിടെ അവസാനിപ്പിക്കാം. Let me explain like this. ഇതെല്ലാം ആരനുഭവിച്ചു? All this is suffered by whom? ഒരു മനുഷ്യൻ അനുഭവിക്കുക. A man. അദ്ദേഹത്തിന് തിരിച്ചറിവ് എന്താണ്? And what is his awareness? എന്നെ ശക്തനാക്കുന്നവൻ. And he is aware about. നിങ്ങൾ പറയണം. He can do all things. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. Can do all things. സകലത്തിലും. Can do all things. ഈ അടി മുഴുവനും എല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പേറുന്നു. Whenever he gets this beating and all the troubles. അദ്ദേഹം പറയാണ് He says that. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എല്ലാം സഹിക്കാൻ എനിക്ക് സാധിക്കും. I can suffer all things. ഏതും ഞാൻ അനുഭവിക്കാൻ എനിക്ക് സാധിക്കും. I can suffer anything who strengthens. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. Let me conclude here. ഒരു തിരിച്ചറിവ് എത്ര വലുതാണ്. What a great awareness Paul had. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം I can do all things. ഞാൻ സകലത്തിനും മതിയായവൻ Through Christ has strengthened. ഇന്ന് രാത്രി ചിന്ത നിങ്ങൾക്ക് ആത്മീയ വർധനവിന് മുഖാന്തരമായി. That this small thought enable us to our spiritual edification. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഭാരങ്ങളെല്ലാം When our sorrows, when our troubles, ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. let God enable us to get His strength. ഞാൻ പഴയ നിയമത്തിലെ സംഭവം പറഞ്ഞ അവസാനിപ്പിക്കും. Let me explain an event from the Old Testament. നിങ്ങൾക്ക് ശൂനേമിന്റെ സ്ത്രീയെ പറ്റി അറിയാം. We know the woman about ശൂനേമിന് ആ സ്ത്രീയുടെ സംഭവം എന്താണ്? what does that event? ആ സ്ത്രീ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. There was no children for her. എലീശ വന്നു. The prophet Elijah came. അനുഗ്രഹിച്ചു, കുഞ്ഞുണ്ടായി. And he blessed and they got a kid. ആ കുഞ്ഞിന് ഒരു പ്രായം കഴിഞ്ഞു. And when the time passed, ആ കുഞ്ഞിന്റെ ബാല്യത്തിൽ when he was very young, ആ കുഞ്ഞിന് രോഗം വന്നു, കുഞ്ഞ് മരിച്ചു. he got a disease, illness, and he died. എന്താ സംഭവിച്ചത്? What happened next? ശൂനേമിലെ സ്ത്രീ ഓടിപ്പോവുകയാണ്. And this particular woman ran across. അവൾ ഓടിപ്പോയി ഗേഹസിന്റെ അടുത്ത് എത്തി. And he went to Gehazi. അപ്പൊ ഗേഹസി ചോദിക്കുന്ന ചോദ്യമുണ്ട്. And Gehazi asked one question. എന്തുണ്ട് വിശേഷം? How are you? ഞാനത് നമ്മുടെ ഭാഷയിൽ പറയാം. So we are just telling in our own way. അടുത്ത ചോദ്യം. The next question. സുഖമായിരിക്കുന്നു? You are right. കുഞ്ഞ് സുഖമാണോ? His baby is okay. എന്താ ശൂനേമിലെ സ്ത്രീ പറഞ്ഞത്? What will be his health? സുഖമായിരിക്കുന്നു. Yes, she is fine. എന്താ അതിനർത്ഥം? What does it mean? അവളോട് ചോദിക്കുകയാണ്, നീ സുഖമായിരിക്കുന്നു? And he is asking, are you okay? അവളുടെ വരവ് ഏതവസ്ഥയിലാണ്? Do you know what stage she is coming? അവൾ ആറ്റുനോറ്റ് ഉണ്ടായ കുഞ്ഞ് മരിച്ചു. We know that his beloved son has ആ died. കുഞ്ഞിന്റെ ശവശരീരം അവിടെ ഉണ്ട്. ഇപ്പൊ Where does his body? വീട്ടിലുണ്ട്. It's in the house. അത് മൂടി വെച്ചിട്ടാണ് അവള് വരുന്നത്. And he is coming. ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, The person who doesn't know about that. സുഖമായിരിക്കുന്നു? Are you okay? You're good. അവൾ പറയുന്ന മറുപടി എന്താ? And the reply from her is, ഞാൻ സുഖമായിരിക്കുന്നു. yes, I am good. അയ്യോ പ്രിയമുള്ളവർ, അതെന്താ അങ്ങനെ പറയുന്നത്? Beloved,
twice he is telling അവിടെയാണ് ആത്മീക പക്വത എന്ന് പറയുന്നത്. that shows our spiritual maturity. അതിന് ആത്മീക തന്റെ ഇടത്തൊക്കെ നമുക്ക് പറയാം. We saw many other, we can say many other ഞാൻ കൂടുതൽ words. വിശദീകരിക്കുന്നില്ല. I don't want to explain. എന്റെ ശക്തനാക്കുന്ന മുഖാന്തരം I can do all things ഞാൻ സകലത്തിലും which strengthen me. രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. God help us tonight. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May His name be glorified. Amen.